പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജിജി ജോസഫ് ആണ്. പ്രിയ ദൈവദാസിനെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷം. ആകയാൽ നമുക്ക് ഏവർക്കും ശ്രദ്ധയോട് പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് ആമേനെ കേൾക്കാം, അനുഗ്രഹം പ്രാപിക്കാം. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ പ്രിയ ജിജി ജോസഫിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് ദൈവദാസനെ. കർത്താവിൻ്റെ ദാസനെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങൾ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? കർത്താവിന്റെ ധന്യവും പരിശുദ്ധവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ അരോമ ടിവിയിലൂടെ കർത്താവിന്റെ സാക്ഷിയായി നിൽപ്പാൻ സർവകൃപാലുവായ ദൈവം നൽകിയ നല്ല സാവകാശ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസനോടുള്ള സ്നേഹത്തെ വന്ദനത്തെ അറിയിക്കുന്നു. ഞാനിപ്പോൾ ഈ അരോമ ടിവിയിൽ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ബീഹാറിൽ നിന്നാണ്. ബീഹാർ ബെത്തിയ എന്ന സ്ഥലത്തു നിന്നാണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭാര്യയും 3 കുഞ്ഞുങ്ങളുമാണുള്ളത്. മൂത്തയാള് ഫിസിയോതെറാപ്പി ബാംഗ്ലൂരിൽ പഠിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് ജീവൻ ജിജി എന്നാണ്. രണ്ടാമത്തെ ആള് പെൺകുട്ടിയാണ്, ജിയ ജിജി, +2 പഠിക്കുന്നു കോട്ടയത്ത്. മൂന്നാമത്തെ ആള് 10th പഠിക്കുന്നു, അത് കോട്ടയത്തിലാണ് പഠിക്കുന്നത്. ദൈവകൃപയാൽ ഞങ്ങൾ സന്തോഷമായിരിക്കുന്നു. ഇതാണ് എൻ്റെ കുടുംബവും. കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുത്തിയ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ബാല്യകാലം മുതലിഞ്ഞോട്ടുള്ള നല്ല ഓർമ്മക്കുറിപ്പുകൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി സംസാരിക്കുന്നതിനായി സമയം വേർതിരിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അരോമ ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാട്ടെ. എൻ്റെ വീട് കോട്ടയം ജില്ലയിൽ കാനം എന്ന സ്ഥലത്താണ്. കാനം, അവിടെയാണ് എൻ്റെ ജന്മദേശം. എനിക്ക് അച്ഛനും അമ്മയും 2 സഹോദരങ്ങളുമുണ്ട്. അതില് മൂത്തയാള് എൻ്റെ ജ്യേഷ്ഠനാണ്. അദ്ദേഹം ഇപ്പോൾ കർത്താവിന്റെ പേരോടനുബന്ധിച്ച് നാട്ടിലായിരിക്കുന്നു. ഇളയാളും അതുപോലെ തന്നെ ജോലിയോട് സംബന്ധിച്ച് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അച്ഛനും അമ്മയും അച്ഛൻ 2 വർഷം മുമ്പ് മരിച്ചുപോയി, അമ്മ 1 വർഷം മുമ്പ് മരിച്ചുപോയി. എന്നാല് ഇന്ന് ഞങ്ങൾ കർത്താവിൽ സന്തുഷ്ടരാണ്. ദൈവകൃപയാൽ ഞങ്ങൾ സന്തോഷം അനുഭവിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ സന്തോഷമോ സമാധാനവും ഇല്ലാതെ വളരെ നിരാശനായി തീർന്നു. ആത്മഹത്യ മാത്രം മുന്നിൽ കണ്ട് ആത്മഹത്യ ചെയ്ത് നിത്യനരകത്തിലേക്ക് പോകാൻ തയ്യാറായിരുന്ന എന്നെ കർത്താവിന്റെ സ്നേഹം എന്നെ തേടി വന്നു. എന്നെ രക്ഷയിലേക്ക് ദൈവം നടത്തി. അതേ വേദപുസ്തകം പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം യേശുവിനെ നൽകുവാൻ കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. ആമേൻ. ദൈവത്തിന്റെ ആ മഹാസ്നേഹമാണ് ഇന്ന് ഈ സമയത്ത് ഞാൻ ഈ അരോമ ടിവിയിലൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും പങ്കിടുന്നത്. ആമേൻ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ബാല്യകാലം മുതൽ ഞങ്ങൾ ഒരു സാധാരണ കുടുംബമാണ്. ആമേൻ. അച്ഛന് സാധാരണ കൂലിപ്പണിയായിരുന്നു. അച്ഛൻ തികച്ചും ഒരു മദ്യപാനിയായിരുന്നു, മദ്യം കഴിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ തന്നെ പാർട്ടി പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി. എൻ്റെ അമ്മ വളരെ അധികമായി കരയുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ മദ്യപിച്ച് വന്നിട്ട് എൻ്റെ അമ്മയെ വളരെ അധികമായി ഉപദ്രവിക്കുമായിരുന്നു. അതുപോലെ ഞങ്ങളെയും വളരെ അധികമായി ഉപദ്രവിക്കുമായിരുന്നു. ആമേൻ. അങ്ങനെ അമ്മ വളരെ കണ്ണുനീരിലും പ്രയാസത്തിലുമായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷമോ സമാധാനമോ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അച്ഛൻ തികച്ചും ഒരു മദ്യപാനിയായി തീർന്നു. ആമേൻ. തുടർന്ന് ഞങ്ങളും ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടേ ഇരിക്കുന്നു, കുഞ്ഞുങ്ങളും.
അങ്ങനെ എല്ലാ ദിവസങ്ങളും അച്ഛൻ മദ്യപിച്ച് വന്ന് അമ്മയെ മർദ്ദിക്കുമ്പോൾ അമ്മ മാനസികമായി വളരെ ഉള്ളയാളായി തീർന്നു. അമ്മേൻ പലപ്പോഴും അച്ഛന്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ വീട്ടിലേക്ക് പലപ്പോഴും ഓടിപ്പോയിട്ടുണ്ട്. ഏകദേശം 23 കിലോമീറ്ററോളം അമ്മ ഓടിപ്പോകുമായിരുന്നു, മാനസിക നില തെറ്റിയ നിലയിൽ കൂടെ. അതുപോലെ തന്നെ ഹാർട്ടിന് പ്രയാസമുള്ള ആളായിരുന്നു അമ്മ. എന്നാൽ അമ്മ കണ്ണുനീരൊഴുക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അമ്മ ഇങ്ങനെ ദൈനംദിനം ആമേൻ പലപ്പോഴും അമ്മ വളരെ അധികം പ്രയാസപ്പെട്ട് വളരെ കണ്ണുനീരോട് കൂടെ അമ്മ ആയിരിക്കുന്ന സാഹചര്യം ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ അടുക്കൽ ഒരു സാൽവേഷൻ ആർമി പള്ളിയുണ്ട്. പള്ളിയിലെ അവിടുത്തെ അയ്യ, അദ്ദേഹം ഈ അമ്മയുടെ കണ്ണുനീര് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞത്, കോഴഞ്ചേരിൽ ഒരു പാസ്റ്റർ ഉണ്ട്, ആ പാസ്റ്ററുടെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും, നിങ്ങളുടെ അവസ്ഥയ്ക്കൊക്കെ വലിയ വ്യത്യാസം വരുത്തും എന്ന് ഈ അയ്യ പറയുവാൻ തൊക്കെ ഇവിടെയായി തീർന്നു. അങ്ങനെ അമ്മ ഈ കോഴഞ്ചേരിലെ പാസ്റ്ററുടെ അടുക്കൽ കടന്നു ചെന്നു. അവിടെ ദൈവസഭയിൽ കടന്നു ചെന്ന് ആ പാസ്റ്റർ പ്രാർത്ഥിച്ചു. അങ്ങനെ ആ കൂട്ടായ്മയിൽ അമ്മ നിരന്തരമായി കടന്നു പോകാൻ തുടങ്ങി. അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയുടെ ആമേൻ മാനസികമായ നിലയിലും ശാരീരികമായ രീതിയിലും കർത്താവ് അമ്മയെ സൗഖ്യമാക്കി. അമ്മയുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായി. അമ്മയുടെ ജീവിതത്തിൽ വലിയ സന്തോഷം കടന്നു വരിക എന്നൊക്കെയാണ് ഇവിടെ തീർന്നു. എന്നാൽ ഈ സമയങ്ങളിലൊക്കെ അച്ഛൻ മദ്യപാനം ആമേൻ അതികഠിനമായി മദ്യവെച്ചുകൊണ്ടേയിരിക്കുന്നു. പോലീസ് കേസുകളും അങ്ങനെ പല നിലകളിലുള്ള പ്രയാസങ്ങൾ ആമേൻ ഹല്ലേലൂയ മുഖാന്തരം അമ്മ വളരെയധികം ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഈ സമയങ്ങളില് ഞങ്ങൾ മക്കളായിരിക്കുന്ന 3 ആൺപിള്ളേരാണ്. ഞങ്ങളും വളർന്നു വന്നുകൊണ്ടിരുന്നു. ഞങ്ങളും വളർന്നു വന്ന് അച്ഛന്റെ പാത ഞങ്ങളും പിന്തുടരാൻ തുടങ്ങി. ഞങ്ങളും തികച്ചും മദ്യപാനികളായി തീരുവാൻ തുടങ്ങി. ആമേൻ ഞങ്ങളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് വളരെയധികം മദ്യപിക്കുന്നവരായി തീർന്നു. അച്ഛനെ അമ്മയെ അനുസരിക്കാത്തവരായി തീർന്നു. എന്നാൽ അമ്മ കണ്ണുനീരോടുകൂടെ ഏകദേശം ഒരു 3.5 കൊല്ലത്തോളം അമ്മ പ്രാർത്ഥിച്ചു. അമ്മ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങള് ഈ പെന്തക്കോസ്ത് പാസ്റ്റർമാരെ ഇഷ്ടമില്ലായിരുന്നു. അമ്മ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പലപ്പോഴും അമ്മയുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അമ്മ പാട്ട് പാടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞങ്ങള് കാർ സ്റ്റീരിയോ ഒക്കെ ഓണാക്കി ആമേൻ അധികം സൗണ്ട് വെച്ച് അമ്മയെ ശല്യപ്പെടുത്തുമായിരുന്നു. എന്നാൽ അമ്മ അവിടെ ഒന്നും പതറിപ്പോയില്ല. അമ്മ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏകദേശം 3.5 വർഷം അമ്മ പ്രാർത്ഥിച്ചു. ആമേൻ എൻ്റെ അച്ഛൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ കൊണ്ട് ദൈവം സഹായിച്ചു. അതിനുശേഷം അച്ഛൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അതിനുശേഷം അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മക്കള് ചൊവ്വയുള്ള വഴിയെ വരേണ്ടതിനായി അച്ഛനേക്കാൾ അധികമായി മദ്യപാനത്തിലും അടിപിടികളിലും ഒക്കെയായി ഇടപെട്ട് ജീവിതത്തിൽ ഇവർക്ക് അച്ഛനും അമ്മയ്ക്കും വലിയ തലവേദനയായി മാറുന്നതൊക്കെയാണ് ഇവിടെയായി തീർന്ന ഈ മക്കൾ. അതിലെ 2ാമത്തെ ആളാണ് ഞാൻ. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ മദ്യപാനത്തിന് അഡിക്റ്റായി. മദ്യം മാത്രമല്ല, കഞ്ചാവ് ഉപയോഗിക്കും. ആമേൻ. എന്നിട്ട് കൂലിക്ക് തല്ലാൻ പോകും. അതുപോലെ തന്നെ മാതാപിതാക്കളെ അനുസരിക്കത്തില്ല, സഹോദരങ്ങളെ അനുസരിക്കത്തില്ല. ആമേൻ. എല്ലാവർക്കും തലവേദന എന്ന നിലയിലേക്ക് ജീവിതം മുന്നോട്ട് പോയി. എന്റെ ജീവിതം തികച്ചും ഒരു മദ്യപാനിയെ മാറുന്നു. ആമേൻ. ഇങ്ങനെ പോയ ഞങ്ങളുടെ കുടുംബത്തിൽ അമ്മയും അച്ഛനും കൂടെ ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏകദേശം 3 വർഷങ്ങൾക്ക് ശേഷം കർത്താവ് എന്നെയും രക്ഷയിലേക്ക് കൊണ്ടുവരാൻ ഇവിടെയായി. ആമേൻ. ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കോടതികളിൽ കേസുണ്ടായിരുന്നു. ഒരുപാട് കോടതി കേസുണ്ടായിരുന്നു. എല്ലാ അടിപിടികളാണ്, കൂലിക്കതെല്ലാം പോയതും ഒക്കെയാണ്. പോലീസ് അടുത്ത ചുറ്റുപാടുള്ള പോലീസ് കേസുകളിലൊക്കെ, പോലീസ് സ്റ്റേഷനുകളിലൊക്കെ അനവധി പോലീസ് കേസുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയാൽ ആദ്യം എൻ്റെ വീട്ടിൽ വരുന്നത് പോലീസുകാരായിരുന്നു എൻ്റെ വീട്ടിൽ കടന്നു വരുന്നത്. രാവിലെ ഒരുങ്ങി, പ്രഭാതത്തിൽ ഒരുങ്ങി വീട്ടിൽ നിന്ന് പുറപ്പെടും. ഞാൻ വരുന്നതിന് മുൻപേ പോലീസായിരുന്നു എൻ്റെ വീട്ടിൽ കടന്നു വരുന്നത്. ആ ഒരു സാഹചര്യമായിരുന്നു. ആമേൻ. എന്നാൽ മദ്യപിച്ച് ലക്ക് കെട്ട് ആമേൻ ഞാൻ ഞങ്ങളുടെ അടുക്കൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ വൈഫിനെ കുഞ്ഞുങ്ങളെയൊക്കെ ഒരിക്കൽ
കയറി മർദ്ദിക്കുവാത്തൊക്കെ ഇടയായി തീർന്നു. അവൻ അങ്ങനെ ആ കേസ് വലിയ കേസായി, ഭവനഭേദം അങ്ങനെ കേസായി. ഞാൻ 9 മാസത്തോളം ഒളിവിൽ കടന്നുപോയി. അങ്ങനെ ഒളിവിലിരുന്നതിന് ശേഷം അവിടെ നിന്ന് അവൻ വീണ്ടും വന്ന്, അന്ന് ഞാൻ BJP-യിലാണ് പ്രവർത്തിക്കുന്നത്, BJP BMS-ല് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കോടതി ഈ കേസ് കോടതിയിലേക്ക് പോയി. 9 മാസം ഞാൻ ഒളിവിലായിരുന്നു. അതിനുശേഷമായി അമ്മയും അച്ഛനും കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ വല്യമ്മ മരിക്കാറായി കിടക്കുന്ന സമയത്ത് പാസ്റ്റർമാർ അവിടെ കടന്നു വന്നപ്പോൾ പറഞ്ഞു, ഒരാളെ കാണാനുണ്ട്, ഒരാളെ കണ്ടാൽ അമ്മ മരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ അനക്കമില്ലാതെ കണ്ണു തുറന്നിങ്ങനെ കിടക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴല്ലേ എന്നെ വീട്ടുകാർ വന്ന് എന്നെ അന്വേഷിച്ച് വന്നു. എന്നെ അവിടെ നിന്ന്, ഞാൻ ഒളിവിലായിരുന്ന സ്ഥലത്തു നിന്ന് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഞാൻ വന്ന് അമ്മയെ കണ്ട് അമ്മയ്ക്ക് വെള്ളം കൊടുത്തു. വല്യമ്മയ്ക്ക് അമ്മ മരിച്ചു. എന്നാല് ഞാൻ എവിടെ ചെന്ന് കൈ തൊട്ടാലും, എവിടെ എൻ്റെ കാല് വെച്ചാലും അവിടെ എല്ലാം പ്രശ്നങ്ങളായിരുന്നു. ആരെല്ലാമായിട്ട് കൂട്ടുകൂടുവോ അവരുമായിട്ടെല്ലാം പ്രശ്നം ഉണ്ടാകുമായിരുന്നു, അടിപിടി ഉണ്ടാകുമായിരുന്നു. അതൊക്കെ കേസുകളായി തീരുമാനിച്ചു. ആ ഒരു നിലയും ആ ഒരു സാഹചര്യത്തിൽ ആയിരുന്നു എൻ്റെ അവസ്ഥ. എന്നാൽ എൻ്റെ ഉള്ളിൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കൊരു നല്ലവനാകണം, ഒന്ന് നന്നാകണമെന്ന് എൻ്റെ ഉള്ളത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ മദ്യപാനം നിർത്തിയിട്ടുണ്ട്, പുകവലികൾ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ശാശ്വതമായ പരിഹാരമായി തീർന്നില്ല. 1 മാസം 1.5 മാസം നിർത്തും, വീണ്ടും ഇത് ഉപയോഗിക്കാൻ തുടങ്ങുമായിരുന്നു. എന്നാൽ ഈ നിലയിൽ പോയിരുന്ന എൻ്റെ സ്വഭാവത്തെ ഹല്ലേലൂയ, ഞാൻ ആ നാട്ടിൽ കടന്നു വന്ന് അമ്മ മരിച്ചതിന് ശേഷം എൻ്റെ വീടിന്റെ തൊട്ടടുക്കലുള്ള വീട്ടുകാരുമായിട്ട് ഇതുപോലെ തന്നെ പ്രശ്നമുണ്ടായി. ഒരു നിസാര കാര്യം, ഒരു ചക്ക വീണ കാര്യം പറഞ്ഞ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. അവരുമായിട്ട് ഭയങ്കര ബഹളം ഉണ്ടായി. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമാധാനം കൂടെ നഷ്ടപ്പെട്ടു. സമാധാനം നഷ്ടം. ഞാൻ ഇനി തീരുമാനിച്ചു, എൻ്റെ സുഹൃത്തുക്കൾ കൈവിട്ടു, എൻ്റെ മാതാപിതാക്കൾ തള്ളി, എൻ്റെ സഹോദരങ്ങൾ തള്ളി, എല്ലാവരും എന്നെ തള്ളി. എന്നാൽ വളരെ ദുഃഖിതനായി ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ പിശാച് എന്നോട് പറഞ്ഞു, അന്നറിയത്തില്ല ഇതെന്താന്ന്. പിശാച് എന്നോട് പറഞ്ഞു, നീ മരിച്ചോ, നിന്നെ ആർക്കും വേണ്ട, നീ മരിച്ചോ എന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ മറ്റൊരു വശത്ത് എന്നോട് ഒരാൾ പറയുന്നു, നിനക്കൊരു ജീവിതമുണ്ട്, നിനക്കൊരു സന്തോഷമുണ്ട്, നിനക്കൊരു സമാധാനമുണ്ട് എന്ന് മറ്റൊരു വശത്ത് പറയുന്നു. ഞാൻ അങ്ങനെ ഞങ്ങളുടെ അടുക്കൽ ആ സാൽവേഷൻ ആർമി പള്ളിയുടെ ആ നടയിൽ പോയി ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് ആ പള്ളിയുടെ നടയിൽ ഞാൻ പോയിരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും കാണാത്തൊരു ദൈവദാസൻ ആ സമയത്ത് എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഞാൻ സാൽവേഷൻ പള്ളിയുടെ നടയിൽ നിന്ന് അച്ഛൻ്റെ അനിയന്റെ മോൾ വന്ന് വിളിച്ച പ്രകാരം ഞാൻ വീട്ടിൽ കടന്നു വരുമ്പോൾ എൻ്റെ വീട്ടിലൊരു പാസ്റ്റർ വന്നിരിക്കുക. ഞാൻ വേഗം ആ വീട്ടിൽ കടന്നു വരുമ്പോൾ ഈ പാസ്റ്റർ ആണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ വീടിനകത്തോട്ട് കയറിയിട്ട് വീടിന്റെ അടുക്കള വാതിൽ തുറന്ന് ഞാൻ അതിൽ ഇറങ്ങി അങ്ങ് പോയി. ഞാൻ ഏകദേശം ഒരു 1.5-1.25 മണിക്കൂറിന് ശേഷമായി ഞാൻ വീണ്ടും മടങ്ങി എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പൊ ഇതിനകം എൻ്റെ മനസ്സിൽ വളരെ ശാന്തതയുണ്ടായി. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു 1.5 മണിക്കൂറിന് ശേഷം ഞാൻ വീണ്ടും വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ ദൈവദാസൻ അവിടെ എന്നെ കാത്തിരിക്കുക. വീട്ടിൽ ആരുമില്ല അന്ന്. ഈ ദേവദാസൻ കാത്തിരിക്കുക. അദ്ദേഹം ഞാൻ കടന്നു ഞാൻ ചോദിച്ചു, എന്താ പാസ്റ്ററെ, എന്താ വന്നെന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചത്, താങ്കളുടെ പേര് ജിജി എന്നല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. ഞാൻ ജിജിയെ കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു കാരണം ചോദിച്ചു, പറഞ്ഞു ഞാൻ ജിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന, ജിജിയോട് സുവിശേഷം പറയാൻ വന്നതാണ്. ആദ്യം ഞാൻ എതിർത്തു. എങ്കിലും അദ്ദേഹം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സെല്ലാം വളരെ ശാന്തമായി. എനിക്കറിയാം എന്തോ എന്നിൽ നിന്ന് ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് പോലെ, എന്നിൽ നിന്ന് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ എൻ്റെ ഹൃദയത്തിലുണ്ടായി. അദ്ദേഹം എന്നോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു. അന്ന് ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ തൊക്കൊണ്ട് ഇവിടെയായി തീർന്നു. അന്ന് യേശുവിനെ സ്വീകരിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അതേ ജിജി, ഞാൻ അനേക നാളായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യാനുണ്ട്, എൻ്റെ കൂടെ പ്രവർത്തിക്കേണ്ടത് ഞാൻ ഒരു സഹോദരന് വേണ്ടി പല ഇടങ്ങളിൽ അന്വേഷിച്ചു പോയി. താൻ പഠിച്ച ബൈബിൾ കോളേജുകളിൽ പോയി, മറ്റു പരിചയമുള്ളിടത്തൊക്കെ അന്വേഷിച്ചു തന്നോട് കൂടെ പ്രവർത്തിക്കേണ്ടതിനായി ഒരു സഹോദരന് വേണ്ടി. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര്, പാസ്റ്ററുടെ പേര് പാസ്റ്റർ മോഹൻ തോമസ് എന്നാണ്.
ആറന്മുളയാണ് അദ്ദേഹത്തിന്റെ വീട്. ഇപ്പോൾ അദ്ദേഹം കൊല്ലത്താണ് ഇപ്പോൾ ചർച്ചിൽ, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ പാസ്റ്ററായിട്ടിരിക്കുന്നത്. ഈ കർത്താവിന്റെ ദാസൻ, ഞാൻ കർത്താവിന്റെ ദാസനോട് ചോദിച്ചു എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിജി എനിക്ക് വെളിപ്പാട് കാണിച്ചു. ജിജിയുടെ അഡ്രസ്സും ജിജിയെ കുറിച്ചുള്ള ഡീറ്റെയിൽ കർത്താവ് തന്നു. അങ്ങനെയാണ് ഞാൻ ഇപ്പൊ ജിജിയുടെ വീട്ടിൽ വന്നതെന്ന് പറഞ്ഞു. നോക്കണമേ, അദ്ദേഹം വന്ന് ട്രിവാൻഡ്രത്താണ്, മണ്ണന്തല എന്ന സ്ഥലത്താണ്. ആമേൻ. അവിടെ നിന്ന് ഇദ്ദേഹം വന്നിരിക്കുന്ന സമയം ഏകദേശം 10-10:30 ആയപ്പോൾ അദ്ദേഹം എന്റെ വീട്ടിൽ വന്നു. 140 കിലോമീറ്റർ ഉണ്ട്. ഈ പാസ്റ്റർ 140 കിലോമീറ്റർ അവിടെ വരണമെങ്കിൽ ആമേൻ വെളുപ്പിനെ പാസ്റ്റർ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കാണും. തനിക്ക് തലേ ദിവസം കൊടുത്ത വെളിപ്പാടിനനുസരിച്ച് താൻ അവിടെ കടന്നു വന്നു. അന്ന് എന്നോട് സുവിശേഷം പറഞ്ഞ് ഞാൻ കർത്താവിനെ രക്ഷകരായി സ്വീകരിച്ചു. അന്ന് എന്റെ ഈ ഇടത്തെ തോള് മറിഞ്ഞു പോയതായിരുന്നു. ഞാൻ കവല വെച്ച് ഒരു അടി ഉണ്ടായപ്പോൾ ഞാൻ ഒരു മനുഷ്യന് വേണ്ടി ഇങ്ങനെ ശക്തമായി തൊഴിച്ചപ്പോൾ എന്റെ പുറയിൽ നിന്ന് രണ്ടുപേരെ എന്റെ 2 കൈക്ക് പിടിച്ചു വലിച്ചു. അതിലെന്റെ ഈ തോള് ഇടറിപ്പോയതായിരുന്നു. ഈ ബോളും മറിഞ്ഞു പോയിട്ട് എനിക്ക് പിന്നീട് ജോലികൾ ചെയ്യാൻ വളരെ പ്രയാസമായിരുന്നു. ഈ കൈ മറിഞ്ഞു പോകുമായിരുന്നു. നമ്മൾ വെള്ളത്തിൽ നീന്തുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭാരമൊക്കെ എടുക്കുമ്പോൾ കൈ മറിഞ്ഞു പോകുമായിരുന്നു. ആരെങ്കിലും അത് പിടിച്ചിടണമായിരുന്നു. ആ ഒരു കണ്ടീഷനായിരുന്നു. എന്നാൽ കർത്താവിന്റെ നാമം മഹത്വത്തിനായി പറയട്ടെ, അന്ന് ദൈവദാസൻ എന്നോട് പറഞ്ഞു, ഞാൻ ജിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ടക്കെന്നൊരു സൗണ്ട് വന്നു. ഇന്ന് 22 വർഷമായിട്ട് കർത്താവ് സൗഖ്യമാക്കി കൈ ഇതുവരെ സൗഖ്യത്തോടെ ഇരിക്കും. അതിനുശേഷം ഹല്ലേലൂയ, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. ഇന്ന് സൗഖ്യത്തോടെ ദൈവം നിലനിർത്തിയിരിക്കുക. അങ്ങനെ ഞാൻ കർത്താവിന്റെ ദാസനോട് ഒരുമിച്ച് ഞാൻ രക്ഷിക്കപ്പെടുന്നത് 2003-ലാണ്. 2003 ജൂലൈ മാസം ആണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ആമേൻ. അങ്ങനെ രക്ഷിക്കപ്പെട്ട് ഞാൻ അങ്ങനെ ദൈവദാസനോട് ഒരുമിച്ച് തിരുവനന്തപുരത്തേക്ക് കടന്നുപോയി. തിരുവനന്തപുരത്ത് ചെന്നതിന് ശേഷം അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബൈബിൾ എനിക്ക് തന്നു. എന്നിട്ട് എന്നോട് പാസ്റ്റർ പറഞ്ഞു, ജിജി ഈ ബൈബിള് ജിജി നന്നായി വായിക്കണം എന്നോട് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞ രീതിക്ക് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ ആ ബൈബിള് നന്നായി വായിക്കാൻ തുടങ്ങി. ഞങ്ങൾ അത്യാവശ്യം കൂലിത്തല്ലാനൊക്കെ പോകുന്ന സമയങ്ങളില് ജീപ്പിന്റെ പുറകിലേക്ക് ഞങ്ങൾ മുമ്പിലൊരു നമ്പര്, ജീപ്പിന്റെ നമ്പര് മുമ്പിലൊരു നമ്പര്, പുറകിലൊരു നമ്പര്. എന്നിട്ട് വിറക് ചുള്ളിക്കെട്ട്, റബ്ബറിന്റെ ചുള്ളിക്കെട്ട് മേടിച്ച് ആ വണ്ടിക്കകത്തോട്ടിട്ട് അഴിച്ചങ്ങിട്ടേക്കും. ഇപ്പൊ ആർക്കിട്ടെങ്കിലും തല്ലണം എന്ന് ഞങ്ങളോട് കൂലിക്ക് ഞങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങള് അവിടെ ചെല്ലുമ്പോൾ ഈ ചുള്ളിക്കെട്ടിനകത്ത് അഴിച്ചിട്ടിരിക്കും. അവിടെ നിൽക്കുന്ന ഒരാൾക്കിട്ടായിരിക്കും തല്ലേണ്ടത്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അവരുടെ കൂട്ടത്തിലോ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിൽക്കുന്നവർക്ക് എല്ലാം ചെന്നങ്ങ് അടിക്കും. എന്ന് പറഞ്ഞാൽ അടിച്ചങ്ങ് തകർത്തേച്ചാൽ പോലും. പല സ്ഥലങ്ങളിൽ, പല ജില്ലകളിലായിട്ട്, പല ഇടങ്ങളിലായിട്ട് കൂലിക്ക് തല്ലാൻ പോകുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. അപ്പം അന്ന് കാണിച്ച എരിവ് ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞ് കർത്താവിന്റെ ദാസൻ എനിക്ക് ബൈബിൾ തന്നപ്പം പിറ്റേ ദിവസം മുതൽ ബൈബിൾ അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. ഉൽപ്പത്തി പുസ്തകം മുതൽ അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കർത്താവിന്റെ ദാസൻ എന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ജിജി ബൈബിൾ വായിക്കുന്നുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്. എവിടെ മുതലാണ് വായിക്കും? ഞാൻ പറഞ്ഞു ഉൽപ്പത്തി പുസ്തകം മുതൽ. എന്നോട് പറഞ്ഞു അവിടെ വായിച്ചാല് ജിജിക്ക് പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല, അതുകൊണ്ട് പുതിയ നിയമം വായിക്കാൻ പറഞ്ഞു. സുവിശേഷം, മത്തായി സുവിശേഷം മുതൽ അങ്ങോട്ട് വായിക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു വായിക്കുന്ന ഭാഗങ്ങളിൽ ജിജി ചെയ്ത ഏതെങ്കിലും ഭാഗം ബൈബിളിൽ വായിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും പാപം അതിനകത്ത് കണ്ടെങ്കിൽ അന്നേരം ബൈബിൾ താത്ത് വെച്ചേച്ച് ആ പാപം യേശുവിനോട് ഏറ്റു പറഞ്ഞിട്ട് ഉപേക്ഷിക്കണം, എന്നിട്ട് പ്രാർത്ഥിച്ച് പിന്നെ തുടർന്ന് ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങള് വലിയ എരിവുള്ളവരായിരുന്നു. ഇതിലേക്ക് വന്നപ്പോഴും അതേ എരിവിലൂടെ ബൈബിൾ അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. കർത്താവിന്റെ നാമം മഹത്വത്തിനായി പറയട്ടെ, ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഓരോരോ പാപങ്ങളും ഞാൻ ചെയ്തതാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. ആ പാപങ്ങളെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ സ്ഥലത്ത് ഉപേക്ഷിച്ചു. എന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഇനി ഞാൻ അത് ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ഏകദേശം റോമാലേഖനമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് സ്നാനം ആവശ്യമാണ് എന്നെനിക്ക് ബൈബിളിൽ നിന്ന് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് എന്നെ സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇപ്പൊ സ്നാനപ്പെടുത്തത്തില്ല. ജിജിയുടെ അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നത് ജിജി പറയുന്ന ഒന്നും ഇപ്പൊ കേൾക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു എനിക്കും കൂടെ ഒരു ശകലം ബോധ്യം വരട്ടെ ജിജി സ്നാനത്തിനുള്ള യോഗ്യനായി എന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് സ്നാനപ്പെടണമെന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞു. അങ്ങനെ ഈ ദൈവദാസൻ സ്നാനത്തിനുള്ള ക്രമീകരണം ഞാൻ കരഞ്ഞു പറഞ്ഞതിന് ശേഷമായി. അദ്ദേഹത്തിന്റെ നിർബന്ധമല്ല, എനിക്ക് ബോധ്യപ്പെട്ടു സ്നാനം ആവശ്യമാണെന്ന്. സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ സ്നാനം ഏൽക്കണം, ക്രിസ്തുവിനോട് ചേരണമെങ്കിൽ സ്നാനം ഏൽക്കണം
എന്ന് ദൈവത്തോടൊരു നല്ല മനസാക്ഷി ഉണ്ടാകണമെങ്കിൽ സ്നാനം ആവശ്യമാണെന്ന് വേദപുസ്തകത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണം. അങ്ങനെ സ്നാനത്തിനുള്ള ക്രമീകരണം ഒരുക്കി. തിരുവനന്തപുരം മണ്ണന്തല ഒരു കുളമുണ്ട്, ആ ടൗണിനടുക്കൽ കുളമുണ്ട്. ആ കുളത്തിൽ കൊണ്ടുപോയി എന്നെ പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മ നാമത്തിൽ ആ വെള്ളത്തിൽ സ്നാനപ്പെടുത്തുവാൻ കൊണ്ട് ഇടയായി. ഞാൻ സ്നാനപ്പെടുവാൻ കൊണ്ട് ഇടയായിട്ട് അതിനുശേഷമായി ഞാന് കോഴഞ്ചേരില് അമ്മ പോയ ആ ചർച്ചില് അവിടെ 20 ദിവസം ഫാസ്റ്റിംഗ് പ്രയർ നടക്കുക. ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് അവിടെ പോയി 20 ദിവസം ഉപവസിക്കണം. ആ സമയങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് ജോലി ചെയ്തിട്ട് ഒറ്റയ്ക്ക് ഭക്ഷിക്കുന്ന സമയമാണ്. ജോലി ചെയ്യുക, ആ സാമ്പത്തിക പൈസയും കൊണ്ട് ഒറ്റയ്ക്ക് കൊണ്ട് ഭക്ഷിക്കുന്ന സമയമാണ്. എന്നാൽ ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തിട്ട്, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞ് ഞാൻ സ്നാനപ്പെടാൻ തയ്യാറായി. സ്നാനപ്പെട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ഉപവസിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ കോഴഞ്ചേരിയിൽ പോയി ഉപവസിക്കാൻ തയ്യാറായി. ഉപവസിച്ചു. ആ ഉപവാസ പ്രാർത്ഥനയിൽ 7ാമത്തെ ദിവസം കർത്താവ് എന്നെ ഉച്ചയ്ക്ക് ഒരു ദൈവദാസൻ അവിടെ ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷിക്കാൻ കടന്നു വന്നപ്പോൾ ആ ദൈവദാസൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, അതേ ബ്രദർ, നിങ്ങൾ അന്യഭാഷ പറഞ്ഞവരെ കളിയാക്കിയിട്ടുണ്ട്. അത് ദൈവത്തോട് ഏറ്റുപറയാൻ നിങ്ങളെ അന്യഭാഷ അടയാളത്തോട് നിങ്ങളെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുന്നതാണ്. ഞാനെന്ന് ദൈവസന്നിധി ഓർത്ത് ഞാനും എൻ്റെ സുഹൃത്തുക്കളും പലപ്പോഴും ഞങ്ങള് ജോലിക്കായി കടന്നു പോകുന്ന സമയങ്ങളില് ഈ പെന്തക്കോസ്ത് കൂട്ടായ്മകൾ കാണുമ്പോൾ അവിടെ അന്യഭാഷയിൽ വെള്ളിയാഴ്ചയൊക്കെ അന്യഭാഷയിൽ ആരാധിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾ ആ മുകളിൽ നിന്ന് ഈ ചർച്ചിന്റെ അടുക്ക പോയി നിന്ന് ഞങ്ങൾ പരിഹസിച്ച് അന്യഭാഷ ഉണ്ടാക്കി സംസാരിക്കുമായിരുന്നു, ഇവരെ കളിയാക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഞാൻ ദൈവസന്നിധിയിൽ നിലപാട് വീണ ദൈവത്തോട് കണ്ണുനീരോട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ അറിവില്ലായ്മ ഞാൻ ചെയ്തത്, എന്നോട് ആ പാപത്തെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയുടെ പരിണത ഫലമായിട്ട് ഏകദേശം 1:30 ഉച്ചയ്ക്ക് 1:30 ആയപ്പോൾ ദൈവത്തിന്റെ നാമമൗത്തിനായി പറയട്ടെ, ദൈവം എന്നെ അന്യഭാഷ അടയാളത്തോട് പരിശുദ്ധാത്മാവിനെ നിറച്ചു. തുടർന്ന് അന്നേ ദിവസം രാത്രിയിൽ 7:30 ആയപ്പം ദൈവം പ്രവചനാത്മാവിൽ എന്നെ നിറയ്ക്കുമെന്ന് കണ്ണുമിടയായി തുറന്നു. അങ്ങനെ 21 ദിവസം ഉപവാസ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. എന്റെ ജീവിതത്തിൽ വളരെ വ്യത്യാസം ദൈവം നൽകി തന്നു. ഞാൻ ഉടനെ ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷമായി ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് എൻ്റെ നാട്ടിൽ പോകണം. ഞാൻ എൻ്റെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാക്കിയുള്ള മനുഷ്യനാണ്. അനേകർ കുടുംബങ്ങളിൽ അസമാധാനത്തെ നൽകിയ മനുഷ്യനാണ്. അനേകർ കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കി ഒരുപാട് പേരെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേരായിട്ട് പോലീസ് കേസും കോടതി കേസും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അവരുടെ അടുക്കൽ ചെന്ന് ക്ഷമ പറയണം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പാസ്റ്ററോട് പറഞ്ഞു. ആദ്യം പോകാൻ സമ്മതിച്ചില്ല, എങ്കിലും ഞാൻ പറഞ്ഞു എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷമായി ഞാൻ എൻ്റെ നാട്ടിൽ ചെന്നിട്ട് എന്നെ ഉപദ്രവിക്കാനിരുന്നവരും ഞാൻ തെറ്റ് ചെയ്തവരുടെ വീടുകളിൽ ഓരോ വീടുകളിലും ഞാൻ കയറി ഇറങ്ങി. ഓരോരുത്തരുടെ അടുക്കൽ ചെന്ന് കവലയിൽ ചെന്ന് പബ്ലിക്കിൽ ചെന്ന് എന്നെ മർദ്ദിക്കാനിരുന്ന പാർട്ടിക്കാരുണ്ട്. അവരെ ഹല്ലേലൂയ അവരുടെ അടുക്കൽ ചെന്ന് അവരുടെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ അറിവില്ലായ്മ ഞാൻ ചെയ്തതാ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ യേശുവിനെ എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, ഞാൻ നിങ്ങളോട് ചെയ്തതൊക്കെയും തെറ്റാണെന്നും അത് പാപമാണെന്നും എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾ എന്നോട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ക്ഷമിക്കണമെന്ന് ഞാൻ ഓരോരുത്തരോടും പറഞ്ഞു. എന്നെ അടിക്കാനിരുന്നവരെല്ലാം അവരെല്ലാം കർത്താവിന്റെ നാമമഹത്വത്തിനായി പറയട്ടെ, കർത്താവിന്റെ കൃപയാൽ അവരെല്ലാം എന്നോട് ക്ഷമിച്ചു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു സമാധാനം കണ്ടെത്തുന്ന ഇടയായി തീർന്നു. അങ്ങനെ അതിനുശേഷമായി തുടർന്ന് ഞാൻ എൻ്റെ സാക്ഷ്യത്തിനുള്ള ക്രമീകരണത്തിൽ സാക്ഷ്യം പറയാൻ വേണ്ടി എൻ്റെ ദേശത്ത് എൻ്റെ വീടിന്റെ മുറ്റത്തായിട്ട് ഞങ്ങളുടെ ഒരു ഫാമിലി അവിടെ ഒരു വലിയൊരു മുറ്റമാണ്. ആ മുറ്റത്ത് സാക്ഷ്യത്തിന് വേണ്ടി എൻ്റെ സഹോദരങ്ങളും എൻ്റെ കൂട്ടുകാരെല്ലാം അവിടെ കൂടി എൻ്റെ കുടുംബക്കാരെല്ലാം അവിടെ ചേർന്ന് ഒരു എൻ്റെ സാക്ഷ്യത്തിന് ഒരു മീറ്റിംഗ് നടത്താൻ വേണ്ടി ക്രമീകരിച്ചു. അന്ന് ശുശ്രൂഷിപ്പാൻ കടന്നു വന്ന പാസ്റ്റർ മോഹൻ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ബാബു തോമസ് അദ്ദേഹത്തെയാണെന്ന് അവിടെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ച് ആ കർത്താവിന്റെ ദാസൻ അവിടെ കടന്നു വന്ന് എന്റെ സാക്ഷ്യത്തിന് ശേഷം ദൈവവചനം ശുശ്രൂഷിച്ചു. എനിക്ക് അവിടെ സാക്ഷ്യത്തിനുള്ള ക്രമീകരണം ഒരുക്കി എല്ലാ കാര്യങ്ങളും അവിടെയുള്ള എൻ്റെ സഹോദരങ്ങളും എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും ക്രമീകരിച്ച് അവിടെ വലിയൊരു കൺവെൻഷൻ പോലെയായി. അനേക രോഗികൾ അവിടെ സൗഖ്യമായി, കൂനുള്ളവരൊക്കെ കർത്താവ് സൗഖ്യമാക്കി. വലിയ വിടുതലുകൾ അവിടെ നടക്കുമെന്നൊക്കെ ഇവിടെയായി തീർന്നു. തുടർന്ന് ഞങ്ങളുടെ വീട്ടില് അച്ഛനും അമ്മയും എല്ലാ ദിവസവും എല്ലാ ചൊവ്വാഴ്ചയും വീട്ടിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു നേരത്തെ. ആ പ്രാർത്ഥന ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നു. അതിനുശേഷമായി അച്ഛനും അമ്മയും കൂടെ വിശ്വാസി വന്നതിന് ശേഷം അവർ ഗോരഖ്പൂര് ഒരു മിഷനോട് ചേർന്ന് അവിടെ പ്രവർത്തനത്തിനായിട്ട് ഗോരഖ്പൂർ വന്നു. ഈ സമയങ്ങളിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പൊ ഞങ്ങള് രക്ഷയിലേക്ക് വന്നതിന് ശേഷം ഞങ്ങള് അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന 7 ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് അവിടെ കടന്നു വന്ന ഒരുപാട് ജനം കൂടി വന്നു. ആ കൂടി വന്ന ജനം
കൂടി വന്ന് അവിടെ അന്ന് കർത്തൃമേശയൊക്കെ എടുത്ത് ഏഴാമത്തെ ദിവസം കർത്തൃമേശ എടുത്ത് ഒരു സഭ അവിടെ ചാർട്ട് ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്ന് അവിടെ ഇരിക്കാൻ സൗകര്യമില്ലാതെ ജനങ്ങൾ കൂടി വന്നപ്പോൾ അവിടെ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറി. അവിടെ നിന്ന് കാഞ്ഞിരപ്പാറ എന്ന സ്ഥലത്തേക്ക് മാറി. അവിടെ നിന്ന് ഇപ്പോൾ കാനം എന്ന സ്ഥലത്ത് അവിടെ ആ കർത്താവിന്റെ ദാസൻ സ്ഥലം വാങ്ങി അവിടെയുള്ള കാര്യങ്ങൾ ഒരു നല്ലൊരു ചർച്ച അവിടെ ക്രമീകരിച്ചു. ഇന്ന് ഏകദേശം 100 പേരടങ്ങുന്ന ആൾക്കാർ അവിടെ കൂടി വന്നുകൊണ്ടിരിക്കും. 100 പേരോളം അവിടെ ആ കൂട്ടായ്മയ്ക്ക് കൂടി വന്നുകൊണ്ടേയിരിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു കൂട്ടായ്മ അവിടെ നടക്കുന്നത്. ഇന്ന് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിനോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച്. പാസ്റ്ററുടെ പേര് പാസ്റ്റർ ബാബു തോമസ് എന്നാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. ഇന്ന് ഞങ്ങളെ തുടർന്നുള്ള ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങളെ അടിച്ചും ഞങ്ങളെ ശിക്ഷിച്ചും ശാസിച്ചും ഒക്കെ വളർത്തിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തോട് ഒരുമിച്ചുള്ള ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അബ്രഹാമിന്റെ മടിയിൽ ഇരിക്കുന്ന ഒരു അനുഭവമാണ് ഈ ബാബു തോമസ് പാസ്റ്ററോട് കൂടെ ഇരിക്കുമ്പോൾ. ഹല്ലേലൂയ, ഞങ്ങളെ ആശ്വസിപ്പിക്കുക, ഞങ്ങളുടെ അവസ്ഥകളെ അറിഞ്ഞ്, ഞങ്ങളുടെ സാഹചര്യങ്ങളെ അറിഞ്ഞ് ഞങ്ങളെ ഹല്ലേലൂയ, ഞങ്ങൾക്ക് ദൈവിക ആലോചന പറഞ്ഞ്, ദൈവവചനം പറഞ്ഞ് പഠിപ്പിച്ച് ശാസിച്ച് ഞങ്ങളെ ഇത്രത്തോളം ആകുവാൻ കൊണ്ട് ദൈവം ആ ദൈവദാസനെ ഉപയോഗിച്ചു. കർത്താവിന് നാമ മൗത്തിനായി പറയട്ടെ. സകല മാനവ മൗത്വം ദൈവത്തിന് അർപ്പിക്കുന്നു. ആ കർത്താവിന്റെ ദാസൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് അദ്ദേഹം. ദൈവം ഇന്ന് ശക്തമായ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തുടർന്ന് ഈ കർത്താവിന്റെ ദാസൻ ബാബു തോമസ് പാസ്റ്റർ ഒരിക്കൽ ഗൾഫിന് പോയിട്ട് അദ്ദേഹം മടങ്ങി വരുമ്പോൾ അദ്ദേഹം ഒരു 4 ടിക്കറ്റ് എടുത്തോണ്ട് വന്നത്. 4 ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ് എടുത്തോണ്ട് വന്നു. അപ്പൊ ഞാൻ അറിയുന്നില്ല. പിറ്റേ ഞായറാഴ്ച ചർച്ചിൽ ചെന്നപ്പോ എന്നോട് പറഞ്ഞു, ജിജി, അതെ, ഞാൻ 4 ടിക്കറ്റ് ബീഹാറിലേക്ക് 4 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിലൊന്ന് ജിജിക്ക് വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ജിജിയും കൂടെ ബീഹാറിന് പോകാൻ ഒരുങ്ങിക്കോളാൻ പറഞ്ഞു. ഉടനെ തന്നെ ഞാനും അതിനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് അന്നേരം തന്നെ ബീഹാറിലേക്ക് കടന്നു വരാൻ ഇടയായി. അങ്ങനെ കർത്താവിന്റെ ദാസനുമായിട്ട് ഒരുമിച്ച് 2012 ബീഹാർ കാണുവാൻ തക്കവണ്ണം പാസ്റ്ററോട് ഒരുമിച്ച് ബീഹാറിൽ വന്നതാണ്. അന്ന് വരുന്നത് ഞങ്ങള് പാട്നയിൽ വന്ന് ഇറങ്ങിയിട്ട് പാട്നയിൽ നിന്ന് നളന്ദ, ഗയ, ജഹനാബാദ് എന്ന 3 ജില്ലകളിൽ ഞങ്ങൾ കടന്നുപോയി. ഇവിടെ എല്ലാം കടന്നുപോയി 10-15 ദിവസം ഉണ്ടായിരുന്നു ദൈവദാസന്മാരോട് ഒരുമിച്ച്. അവിടെ എനിക്ക് സാക്ഷ്യം പറയാനൊക്കെ അവസരങ്ങളെ കിട്ടി. അങ്ങനെ അവിടെ എല്ലാം കടന്നു പോയി. അതിനുശേഷമായി 15 ദിവസത്തിന് ശേഷം ഞങ്ങൾ മടങ്ങി നാട്ടിലേക്ക് പോകാൻ തയ്യാറാകുമ്പോൾ അപ്പോൾ ഞാൻ ഈ ഗ്രാമങ്ങളിൽ പോകുമ്പോഴല്ല ആ ഗ്രാമങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവിടുത്തെ ജനങ്ങളെയും കുഞ്ഞുങ്ങളെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ ഇവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ 12 വയസ്സുള്ളവരും 13-14 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ 10 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ മദ്യം വിൽക്കുക. കള്ള് ചെത്തി, മാതാപിതാക്കൾ കള്ള് ചെത്തി കൊടുക്കുന്നു. ഈ കള്ള് വിൽക്കുന്നത് ഈ കുഞ്ഞുങ്ങളാ. ഇവര് കള്ള് ചെത്തി കൊടുത്തിട്ട് മാതാപിതാക്കൾ കണ്ടത്തിൽ കൃഷിപ്പണിക്കായിട്ട് കടന്നു പോകും. ഈ സമയത്ത് കുഞ്ഞുങ്ങളാ ഇത് വിൽക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾ വിൽക്കുന്നതും അവിടെ ആണുങ്ങൾ അവിടെ കടന്നു വന്ന്, പുരുഷന്മാർ കടന്നു വന്നുള്ള ഇവരുടെ ഇടപെടലൊക്കെ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ വളരെയധികം ഭാരമുണ്ടായി, പ്രയാസമുണ്ടായി. കാരണം ഞാൻ വലിയൊരു മദ്യപാനിയായിരുന്നു. വളരെ അധികമായി മദ്യപിക്കുന്ന ഒരാളായിരുന്നു. അതുപോലെ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. സമനില തെറ്റി, മനോനില തെറ്റിയ സാഹചര്യങ്ങളിൽ കൂടെ പോയ ഒരു സാഹചര്യം എന്റെ ജീവിതത്തിലുണ്ട്. ആ നിലയിൽ മദ്യം എന്നെ നടത്തിയ ഒരു സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മദ്യപാനം എനിക്ക് കാണുന്നത് എനിക്ക് വളരെയധികം പ്രയാസമുണ്ടായി. അങ്ങനെ ഞാൻ എൻ്റെ കർത്താവിന്റെ ദാസനോട് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഇനി ഞാൻ നാട്ടിലേക്ക് മടങ്ങി വരുന്നില്ല, ഞാൻ ഇവിടെ വേല ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. ഹിന്ദി അറിയത്തില്ല, ഒരക്ഷരം അറിയത്തില്ല, ഹിന്ദി ഒന്നും അറിയത്തില്ല. എന്റെ ഹിന്ദി പഠിപ്പിച്ച ടീച്ചർമാരൊക്കെ എന്നെ പലതവണ എന്നെ പ്രാഗിയിട്ടുണ്ട്, നീ ഒരിക്കലും ശരിയാകത്തില്ല. ഞാൻ അതുപോലെ ടീച്ചർമാർക്കൊക്കെ തലവേദനയായിരുന്നു. എന്നാൽ ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ജോലിക്ക് കടന്നു പോകുമ്പോഴൊക്കെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും പല ദൈവദാസന്മാര്, ഒരിക്കലും ഒരു ദൈവദാസൻ ഓൾ നൈറ്റ് പ്രെയർ കഴിഞ്ഞിട്ട് അദ്ദേഹം രാവിലെ വരിക, ഞാനൊന്ന് ജോലിക്ക് പോവുക, കറുകച്ചാലിന് പോവാ. ഞാൻ വണ്ടി ഇരിക്കും, എന്റെ അടുക്കലത്തെ സീറ്റ് കാലിയാണ്. ഒരു ദൈവദാസൻ വന്ന് കയറി ഈ സീറ്റിൽ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ പാസ്റ്ററാണെന്ന് മനസ്സിലായി. ഞാൻ പ്രൈസലോട് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അതേ ബ്രദറെ, നിങ്ങൾക്ക് ഹിന്ദി അറിയത്തില്ല, ഞാൻ നിങ്ങളെ ഹിന്ദി പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഹിന്ദി അറിയത്തില്ല, ഞാൻ നിങ്ങളെ ഹിന്ദി പഠിപ്പിക്കുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? എനിക്ക് ഹിന്ദി അറിയത്തില്ല, എനിക്ക് ഹിന്ദിയോട് താല്പര്യമില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ ഈ ദേവദാസൻ പറഞ്ഞു, ഞങ്ങൾ അവിടുന്ന് വർത്തമാനമൊക്കെ സംസാരിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ കറുകച്ചാലിൽ നിന്ന് പിരിഞ്ഞുപോയി. അതിനുശേഷമായി ഞാൻ നാട്ടില് 14 എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു ബീവറേജ് ഉണ്ട്, മദ്യ ഷോപ്പുണ്ട്. ഞാൻ അവിടെ പോയിരുന്ന്
കൊക്ക് മീനെ പിടിക്കാൻ പോയിരിക്കുന്നത് സുശേഷ ട്രാക്റ്റുമായിട്ട് പോയിരുന്നിട്ട് അവിടെ വരുന്നവർക്കെല്ലാം ട്രാക്ട് കൊടുക്കും. ഈ മദ്യം വിൽക്കുന്ന അവിടുത്തെ അവർക്കെല്ലാം എന്നെ പരിചയമുള്ളവർ, അവർക്കെല്ലാം ഞാൻ സുശേഷ ട്രാക്ട് കൊടുക്കും. ഇങ്ങനെ നാളുകളായി ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ചില യൗവനക്കാര് അവൻ വിശ്വാസത്തിലേക്ക് കടന്നു വരിക തൊണ്ടിടെ അവിടെ നിന്ന് വിളിക്കപ്പെട്ടു. അങ്ങനെ ഈ വിവരേജ് ഏകദേശം ഒരു 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. ഈ ചെറുപ്പക്കാരുമായിട്ട് ഒരുമിച്ച് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. അമ്മേൻ 2 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വളരെ അനുഗ്രഹമായിട്ട് പോയി. 3-ാമത്തെ ദിവസം അവിടുത്തെ യൗവനക്കാരും ഓട്ടോക്കാരെല്ലാം കൂടെ കൂടി നല്ലൊരു പന്തലും എല്ലാം ക്രമീകരിച്ച് മറ്റൊരു പാസ്റ്ററെ കൂടെ ശുശ്രൂഷിക്കാൻ വിളിച്ചു. അന്നത്തെ ആ മീറ്റിംഗ് ഒരു വലിയൊരു കൺവെൻഷൻ പോലെ ആയി തീർന്നു. അനേകർ അവിടെ വിടുതൽ പ്രാപിപ്പാൻ തക്കൊണ്ട് ഇവിടെയായി. അന്ന് അവിടെ ശുശ്രൂഷിക്കാമെന്ന ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, അതെ ബ്രദർ, നിങ്ങൾക്ക് ഹിന്ദി അറിയത്തില്ല, ഞാൻ നിങ്ങളെ ഹിന്ദി പഠിപ്പിക്കും, ഞാൻ നിങ്ങളെ ഭാരതത്തിന്റെ എല്ലാ സ്റ്റേറ്റുകളിലും ഓടിച്ചിട്ട് പ്രസംഗിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് ഇത് എങ്ങനെ സംഭവിക്കും? അസാധ്യമായ കാര്യമാണ്. എന്നാൽ ദൈവ കൃപയാൽ ഞാൻ പറയട്ടെ, ഇത് പറഞ്ഞതിന്റെ 3-ാം പൊക്കമാണ് ഈ കർത്താവിന്റെ ദാസൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹം വഴിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വരുന്നത് ബീഹാറിലേക്ക്. അങ്ങനെ ഞാൻ ബീഹാറിലേക്ക് വരുവാന്നൊക്കെയാണ് ഇവിടെയായി തീർന്നു. ബീഹാറിൽ വന്ന് ഈ 15 ദിവസം അവിടെ നിന്നതിന് ശേഷം അവിടെ ഞങ്ങൾ തിരികെ പോകുമ്പോൾ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഇനി ഞാൻ ഇവിടെ നിൽക്കാൻ പോവാ എന്ന് പറഞ്ഞ് തീരുമാനിച്ചു. അപ്പൊ എന്നോട് എന്റെ വൈഫിനെ പാസ്റ്റർ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ എന്താ പറയുന്നത്? ജിജി പറഞ്ഞു ബീഹാർ നിൽക്കാൻ പോവാ എന്ന് പറഞ്ഞു. ഉടനെ വൈഫും പറഞ്ഞു, ഓക്കെ ജിച്ചാൻ എന്ത് പറയുന്നു അതനുസരിച്ച് ചെയ്യാം എന്ന് ഉള്ള തീരുമാനമെടുത്ത് എന്റെ കുഞ്ഞുങ്ങൾ അന്ന് പൊടിക്കുഞ്ഞുങ്ങളാണ്, ആ കുഞ്ഞുങ്ങളുമായിട്ട് തീരുമാനമെടുത്ത് ഞങ്ങൾ നാട്ടിൽ ചെന്നതിന് ശേഷം അടുത്ത മാസത്തേക്ക് ടിക്കറ്റ് ക്രമീകരിച്ച് ജൂൺ മാസത്തില് 9-ാം തീയതി ഞങ്ങൾ അവിടുന്ന് എറണാകുളത്തു നിന്ന് ഞങ്ങൾ ടിക്കറ്റ് പാട്നയ്ക്ക് കയറി. അവിടുന്ന് 11-ാം തീയതി ബീഹാറിൽ വന്ന് മോത്തിയാരി എന്ന ജില്ലയിൽ വന്ന് അവിടെ താമസം തുടങ്ങി. ഞങ്ങള് ഇന്ത്യ മിഷൻ എന്ന പ്രസ്ഥാനത്തോട് ചേർന്നാണ് പ്രവർത്തിക്കുക. ഇന്ത്യ മിഷനോട് ചേർന്നാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മിഷനാണ് ഇന്ത്യ മിഷൻ. ഞങ്ങൾക്ക് നല്ല നേതൃത്വമുണ്ട്. ഡോക്ടർ എബി പി മാത്യു, ഡോക്ടർ KT ജോസഫ്, ഡോക്ടർ കോശി മാത്യു, അങ്ങനെ മറ്റ് ലീഡേഴ്സ് ഒരുപാട് പേരുണ്ട്. നല്ലൊരു മിഷനാണ്. നല്ല നേതൃത്വമാണ്. ആ പ്രസ്ഥാനത്തോട് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിപ്പാൻ കൊണ്ട് സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നു. 1 വർഷം മോത്തിയാരി എന്ന സ്ഥലത്ത് ഞങ്ങൾ അവിടെ നിന്നു. അവിടെ നിൽക്കുമ്പോൾ ഭാഷ അറിയത്തില്ല. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ടാണ് വന്നത്. ഞങ്ങൾക്ക് വീടെടുത്ത് തന്നു. ഞങ്ങൾ വീടെടുത്ത് ആ വീട്ടിൽ താമസിക്കുന്നു. അവിടെ മേടിച്ചപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ സ്കൂളിൽ കൊണ്ട് ചേർത്തു. സ്കൂളിൽ ചേർത്തപ്പം അവർക്ക് ബുക്ക് മേടിച്ചു കൂടെ എനിക്കും ഞാനൊരു ബുക്ക് മേടിച്ചു. ആ ബുക്ക് മേടിച്ചിട്ട് ആ ബുക്ക് എടുത്തിട്ട് ഞാനും ആ കുഞ്ഞുങ്ങളോട് കൂടെ ഇരുന്നിട്ട് ഈ പറഞ്ഞ് എഴുതാൻ തുടങ്ങി. അങ്ങനെ എഴുതി. കർത്താവിന്റെ നാമം മൗത്തനായി പറഞ്ഞിട്ട് 1.5 മാസം കൊണ്ട് കർത്താവ് എന്നെ ഹിന്ദി വായിക്കാൻ പഠിപ്പിച്ചു. ടീച്ചർ വളരെ അനുഗ്രഹിക്കപ്പെട്ട ടീച്ചർ എനിക്ക് സ്കൂളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ അവരുടെ വാക്ക് അനുസരിക്കാതെ ഞാൻ അവരെ നിന്ദിക്കുകയൊക്കെ ചെയ്ത് പോകുന്നു. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. ടീച്ചർമാർ വളരെ അനുഗ്രഹിക്കപ്പെട്ട ടീച്ചർമാരായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ ബീഹാറിൽ വന്നതിന് ശേഷം കർത്താവിന്റെ നാമത്തിനായി പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് ഗൈഡൻസ് തന്ന് പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ച് ഹിന്ദി എത്രയും വേഗം വായിക്കാനും അല്പമായി സംസാരിച്ച് കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് വരുവാൻ കൊണ്ട് ഇവിടെയെത്തി. മോത്തിയാരിയിൽ വരുമ്പോൾ ബീഹാറില് മോത്തിയാരി, വെസ്റ്റ് അമർ ഈ സ്ഥലങ്ങളിലൊക്കെ ഭോജ്പുരി ഭാഷയാണ്. ഭോജ്പുരി ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അതാണ്. ഇവിടുത്തെ ഗ്രാമത്തിലുള്ളവര് പറയുന്ന ഭാഷ അതാണ്. അപ്പോൾ ഞങ്ങൾ ഒരിക്കലും, ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ എല്ലാ ദിവസവും ഗ്രാമങ്ങളിൽ പോകും. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞങ്ങൾ ഗ്രാമത്തിൽ പോകുമ്പോൾ ഒരിക്കൽ ഒരു വീട്ടിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ അടിപിടി ഉണ്ടായിട്ട് വലിയ പ്രശ്നം ഉണ്ടായി. ഭാര്യയുടെ വസ്ത്രമെല്ലാം ഭർത്താവ് വലിച്ചു കീറിയിട്ട് ആ ഭാര്യയെ അടിച്ച് തളർത്തിയിട്ടിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി. ഞങ്ങൾ ഈ സമയത്ത് അങ്ങോട്ട് കയറി ചെല്ലുന്നു. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഈ സ്ത്രീ അവിടെ ഇരുന്ന് കരയുക. വസ്ത്രം പകുതിയോളൂ. ഞാൻ വൈഫിനോട് പറഞ്ഞ് കയറി ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ ഡ്രസ്സ് എടുത്തു കൊടുത്ത് അവരുടെ ഡ്രസ്സ് തന്നെ എടുത്തു കൊടുത്ത് അവരെ ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഭാഷ അറിയത്തില്ല. ഞങ്ങളെ ചെന്ന വർഷമാണ്. ഭോജ്പുരി എന്താന്ന് പോലും അറിയത്തില്ല. ഞങ്ങൾ ആ സഹോദരിയായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ആ സഹോദരി ഞങ്ങളോട് ഭോജ്പുരിയിൽ ഇങ്ങോട്ട് സംസാരിക്കുന്നത്. അവർക്ക് ഹിന്ദി അറിയത്തില്ല. അവർ ഭോജ്പുരിയിലാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ തിരിച്ച് സംസാരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് ഭോജ്പുരി. നന്നായി ഞങ്ങൾ അവരോട് സംസാരിച്ചു. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ പറഞ്ഞ് അവർക്ക് മനസ്സിലായി. എന്നിട്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി, അവർക്ക് വലിയ വിടുതൽ കാണുമെന്ന് കൊണ്ട് ഇവിടെ അയച്ചിരുന്നു. ഞങ്ങൾ എന്ന് വെച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോന്നു.
2 ദിവസത്തിന് ശേഷം ഞങ്ങൾ ഏത് ഗ്രാമത്തിൽ പോയാലും ഏത് വീട്ടിൽ പോയാലും ഒരു ദിവസം ഇന്ന് പോയാൽ 2 ദിവസം കഴിയും വീണ്ടും അവിടെ ചെല്ലും. അങ്ങനെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവർ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. കാരണം അന്ന് പ്രാർത്ഥിച്ച് പോന്ന അന്ന് രാത്രിയിൽ അവർ യേശുവിനെ ദർശനം കണ്ടെന്ന് പറഞ്ഞു. അവരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ദൈവം കൊടുത്തു. അവർക്ക് സമാധാനം കൊടുത്തു. ഭാര്യ ഭർത്താവും ഒരുമിച്ച് ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക എന്നൊക്കെ വേണം ദൈവം അവരെ സഹായിച്ചു. അങ്ങനെ വലിയൊരു വ്യത്യാസം അവിടെ ചെയ്യുമെന്ന് കൊണ്ട് ഇവിടെ തീർന്നു. അങ്ങനെ ഞങ്ങൾ തുടർന്ന് ആ 1 വർഷം അവിടെ നിന്നു, കുഞ്ഞുങ്ങളെ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് ഒരു വെളിപ്പാട് കാണിച്ചു. ഇന്ന് ഞാൻ പാർക്കുന്ന ഈ ഭവനം, ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ ഈ സംസാരിക്കുന്ന ഈ ഭവനം ഞങ്ങളെ 11 വർഷമായി ഈ ഭവനം ഞങ്ങളെ കാണിച്ചു. അപ്പൊ അങ്ങനെ ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ മിഷനിൽ ഞങ്ങളുടെ ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സിനോടും ഞങ്ങളുടെ പാസ്റ്റേഴ്സിനും എല്ലാം പറഞ്ഞ് എനിക്ക് ഇങ്ങനെ കാഴ്ചപ്പാട് തന്നുകൊണ്ട് ഇവിടുന്ന് മാറുകയാണ്, ബെത്തിയിലേക്ക് മാറണം, അതിനുള്ള ക്രമീകരണം ഒരുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ വീടിനുള്ള ക്രമീകരണം ആ മിഷൻ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. അങ്ങനെ മിഷൻ ഒരുക്കി തന്നു. ഞങ്ങൾ ബെത്തിയ എന്ന സ്ഥലത്ത് ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററാണ് മെയിൻ റെയിൽവേ സ്റ്റേഷൻ ടൗണില്. ആ റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ് ഞങ്ങൾക്ക് ആദ്യമായി ഒരു വീട് കിട്ടിയത്. ഇവിടെ വന്ന് കണ്ട് ആദ്യം വീട് കിട്ടി. അവിടെ വന്ന് 2 മാസം അവിടെ താമസിച്ചു ആ വീട്ടില്. അപ്പോഴെനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരുപാട് പോലീസ് കേസ് ഉണ്ടായിരുന്നു. ഈ കേസുകളെന്ത് തീരാതെ കിടക്കുകയായിരുന്നു. ഞാൻ ബീഹാറിൽ വരുമ്പോഴും ഞാൻ കോടതി കേസുകൾ 1.5 മാസം 1 മാസം കൂടുമ്പോൾ ഇങ്ങനെ അടിക്കടി ഞാൻ പോയിക്കൊണ്ടിരുന്നു, എനിക്ക് കോടതിയിൽ കേസിന്റെ അവധിക്കായിട്ട്. അങ്ങനെ ഒരിക്കൽ ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഞങ്ങളുടെ കാന സഭയിലും ഷാരൻ സഭയിലും ഇതുപോലെ ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു 20 ദിവസം. ഞാൻ ഇവിടെ നാട്ടിൽ ചെന്നു, 7 ദിവസം ഉപവാസ പ്രാർത്ഥന പങ്കെടുത്തു. കേസിന്റെ അവധിക്കൂടെ പോയിട്ട് 7 ദിവസം ഉപവാസ പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം രാത്രിയിൽ ഫോൺ കോൾ വരുന്നു. പപ്പ വേഗം വാ, ഇവര് ഞങ്ങളെ അടിക്കുന്നെന്ന് പറഞ്ഞിട്ട് കുഞ്ഞെന്നെ ഫോൺ വിളിക്കുക, കട്ടിലിനടി കിടന്നിട്ട് ഫോൺ വിളിക്കുക. ആമേൻ. എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാല് ഇവര് രാത്രി പാട്ട് പാടി, എല്ലാ ദിവസവും പാട്ട് പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ വീട്ടിന്റെ ഉടമസ്ഥരും മറ്റ് അവിടുന്ന് RSSന്റെ ആൾക്കാരും ചേർന്ന് ആമേൻ രാത്രിയിൽ കയറി വൈഫിനെ ഈ 3 കുഞ്ഞുങ്ങളെ കൂടെ വളരെ ക്രൂരമായി മർദ്ദിച്ചു. ആ സമയത്ത് കുഞ്ഞ് കട്ടിലിനടി കയറി കിടന്നിട്ട് അവൻ ഫോൺ വിളിച്ചതാ, വേഗം വരാൻ പറഞ്ഞു. ആമേൻ. അങ്ങനെ ഒരു വലിയൊരു സാഹചര്യം ഉണ്ടായി. എന്നിട്ട് തുടർന്ന് അവർക്ക് ഞാൻ ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീണ്ടും ബീഹാറിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞു, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ഇതാ നമുക്ക് അടിയെ കിട്ടാൻ തുടങ്ങിയതിന് കാരണം ദൈവം സ്നേഹിക്കുന്നതിന്റെ ആണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്നാൽ പറയട്ടെ, ചില ദിവസങ്ങൾ ഞാൻ വരുന്നിടം വരെ ഇവർക്ക് വെള്ളം കൊടുത്തിട്ടില്ല, കറണ്ട് കൊടുത്തിട്ടില്ല ഈ വീട്ടുകാർ. അതുപോലെ അവരെ അവിടെ വളരെ കഷ്ടപ്പെടുത്തി. ഈ കുഞ്ഞുങ്ങളും വൈഫും കൂടെ അവിടെ താമസിച്ചു. ഞാൻ 7 ദിവസം ഫാസ്റ്റിംഗ് പറയുന്നതിന് ശേഷം അവിടെ തൽക്കാല ടിക്കറ്റ് എടുത്തിട്ട് 3 ദിവസം യാത്ര കഴിഞ്ഞിട്ടാണ് ഞാൻ മടങ്ങി വരുന്നത്. ഞാൻ വരുമ്പോൾ ഇവർ വളരെ ക്ഷീണിതരായി, അവർ വളരെ പ്രയാസത്തിലിരിക്കുക. അങ്ങനെ വന്ന് അവിടെ നിന്ന് വന്നതിന് ശേഷം കർത്താവിനെ ആശ്രയിച്ച് ആ വീട്ടുകാരോട് സംസാരിച്ചതിന് ശേഷം ഞങ്ങള് വീട് പലയിടത്ത് അന്വേഷിച്ചു. അങ്ങനെ വരുമ്പോഴാണ് ഈ വീട് ലഭിക്കുന്നത്. ഈ വീട്ടിൽ ആരും താമസിക്കാറില്ല. ഇവിടെ പലരും വാടകക്കാർ വന്ന് താമസിച്ചു. ഇതിനകത്ത് ഭയങ്കര ഭൂതശല്യമാണെന്നും പറഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ ഇതിന്റെ ജനലുകളിലെല്ലാം ഇവിടെ ഒരു മുട്ടത്തലയും ദൈവമുണ്ട് പറഞ്ഞ് അതിന്റെ വിഗ്രഹത്തെ ചെറുത് ആക്കിയിട്ടിട്ട് അതിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുക. ഇവിടെ ജനലയിലും കക്കൂസിന്റെയും കഥകിന്റെ എല്ലാം ഇതൊക്കെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുക. അതുപോലെ പ്രശ്നമാണ്. ഇതിനകത്ത് വലിയൊരു സ്ത്രീയെ കാണുന്നൊക്കെയാ പറയുന്നത്. ഇവിടെ വലിയ പ്രശ്നം, ഇവിടെ താമസക്കാരൊക്കെ ഇവിടുന്ന് ഇറങ്ങി ഓടിപ്പോയിരിക്കുക. ആ ഒരു കണ്ടീഷനാണ് ഈ വീട്ടില്. ഏതായാലും കൊള്ളാം, കർത്താവിന്റെ നാമം മുതലേ പറയട്ടെ, കർത്താവ് കാണിച്ചത് ഈ വീടായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ ഈ വീട് ഞങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ വീട്ടിൽ താമസിച്ചു. ഞങ്ങൾ ഇവിടെ താമസത്തിന് വന്നതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ ഞാനിപ്പോ ഇരിക്കുന്നത് പോലെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ബൈബിളും ആ ചായ ഇട്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കും. ഈ ഡോർ ഇങ്ങനെ വലിയ ഡോറാണ്, ഇരുമ്പിന്റെ ഗേറ്റ് ആണ്. അതിങ്ങനെ തുറന്ന് ഓപ്പൺ ആക്കിയിട്ടേക്കും. ഇവിടെയുള്ള വീടുകളെല്ലാം ഗേറ്റുകളെല്ലാം അടച്ചിട്ടേ ശരിക്കുള്ളൂ. ആരെങ്കിലും പുറത്തുനിന്ന് വിളിച്ചാൽ ടെറസിന്റെ മുകളിൽ നിന്ന് നോക്കും, ആരാണെന്ന് നോക്കിയിട്ട് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ വന്ന് ഡോർ തുറക്കാറുള്ളൂ. എന്നാൽ ഞങ്ങൾ ഇവിടെ രാവിലെ എഴുന്നേക്കും മുതൽ ഇത് തുറന്നിട്ടിരിക്കുക. ഞാൻ പറയട്ടെ, രാവിലെ ഇവിടുത്തെ ഉള്ള ആൾക്കാർ മുഴുവൻ വന്ന് നോക്കും, ഞങ്ങൾ ഇവിടെ ഉണ്ടോ, ഇവർക്ക് വല്ലതും സംഭവിച്ചു. കാരണം അവരുടെ അനുഭവത്തിൽ ഇവിടെ വന്ന് താമസക്കാരെല്ലാം ഓടിയിട്ടേ ഉള്ളൂ, ഇവിടെ നിട്ടേച്ച് പോയിട്ടേ ഉള്ളൂ. പക്ഷെ ദൈവകൃപയാൽ ഇന്ന് 11 വർഷമായിട്ട് ഞങ്ങൾ ഈ ഭവനത്തിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഈ ഭവനത്തിൽ ഇവിടെയാണ് ആരാധന നടക്കുന്നത്. ഇവിടെ ഇപ്പൊ ഏകദേശം 70 പേരോളം കൂടി വരുന്നു. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് ജനങ്ങൾ ഇവിടെ കൂട്ടായ്മയ്ക്ക് കടന്നു വന്നു. 1-2 പേര് കൂടി ഇവിടെ കടന്നു വരാൻ തുടങ്ങി. ഇവിടുന്ന് RSSന്റെ ആൾക്കാർ, ബജറംഗദളിന്റെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഒരിക്കൽ എറണാകുളം വൈവാമിന്ന് ട്രെയിനിങ്ങിനായിട്ട് 8 പേരെ വിട്ടു. 4 ആൺകുട്ടികളെയും 4 പെൺകുട്ടികളെയും വിട്ടു. അവരുടെ ലീഡറും കൂടി
അങ്ങനെ 9 പേര് ഇവിടെ വന്നു. ഈ സമയങ്ങളിൽ RSSന്റെ ആൾക്കാർ, ബജറംഗദളിന്റെ ആൾക്കാർ വന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ ടാമ്പറിനൊക്കെ ഇട്ടിരുന്ന ബൈബിളും എല്ലാം വലിച്ചു കീറി, ട്രാക്റ്റും എല്ലാം വലിച്ചു കീറിയിട്ട് അവൻ 1-2 പേരെ അടിച്ചു. അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞു ഇവിടുന്ന് വേഗം പൊക്കോണം, പൊക്കോണം എന്ന് പറഞ്ഞ് ഇവര് ശാസിച്ചു. ഉടനെ തന്നെ ഈ വൈവാഹിൽ നിന്ന് വന്നവരൊക്കെ മിഷനുമായിട്ട് സംസാരിച്ച് അവർ ഉടനെ തന്നെ അന്ന് രാത്രി തന്നെ അവർ സ്ഥലം വിട്ടു. പിന്നെ ഞാൻ ഈ പൊടി കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ ഉള്ളത്. ഞങ്ങൾ കർത്താവിൽ ശരണപ്പെട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ഒരു 21 ദിവസം ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ ഇവിടെ ക്രമീകരിച്ചു. ഉപവാസ പ്രാർത്ഥന 21 ദിവസം ഇരുന്ന് 20ാമത്തെ ദിവസം 6 പേര് സ്നാനപ്പെട്ട് ഈ വീട്ടില് ഒരു സഭ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഇവിടെ 70 പേരോളം കൂടി വരുന്നു. ഇന്നും ഹല്ലേലൂയ 10-70 പേര് കൂടി വന്ന് ഇന്നും ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോയി. ഹല്ലേലൂയ. ഇന്നിപ്പം 11 വർഷമായിട്ട് കൂടി നടക്കുന്നു. 60-65 കിലോമീറ്റർ ദൂരം നിന്നൊക്കെ ആൾക്കാർ കടന്നു വരുന്നത്. 30-40 അങ്ങനെ അവിടെ നിന്നൊക്കെ ആൾക്കാർ കടന്നു വരുന്നത്. ഏകദേശം 3 കിലോമീറ്റർ ദൂരെ നിന്നാണ്, ഏറ്റവും അടുത്തെന്ന് പറയാൻ 3 കിലോമീറ്റർ അവിടെ നിന്നാണ് ആൾക്കാർ കടന്നു വരുന്നത്. ബ്രാഹ്മണരുണ്ട്, അങ്ങനെ പല നിലകളിലുള്ള ആൾക്കാർ ഇവിടെ കൂടി കൂട്ടായ്മ കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ തന്നെ ഗ്രാമത്തിൽ മറ്റൊരു ആരാധനയുണ്ട്. അത് രാവിലെയാണ്. അവിടെ പോയി ആരാധന നടത്തിയിട്ടാണ്, അവിടെ 10-24 പേര് കൂടി അവിടെ നടത്തിയിട്ടാണ് പിന്നെ ഇവിടെ വന്ന് ആരാധന നടത്തുന്നത്. ഗ്രാമങ്ങളിൽ ഇവിടെ ബെഥിയേല് 14 ഗ്രാമങ്ങളിൽ ഇപ്പോൾ ഹൗസ് ചർച്ചുകളായിട്ട് നടത്തുന്നുണ്ട്. രാവിലെയും വൈകിട്ടുമായിട്ട് ഹൗസ് ചർച്ചുകളായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പുതിയ പുതിയ ഗ്രാമങ്ങളിൽ പുതിയ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ തന്നെ എന്റെ ഇവിടെ തന്നെ 2-3 സഹോദരന്മാരെ ഇവിടെ നിർത്തി. 2-3 പേര് ഇപ്പം പലയിടങ്ങളിലായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഒരു ഫാമിലി ഭാര്യയും ഭർത്താവിനെ ഇവിടെ 2.5 വർഷത്തോളം ഇവിടെ നിർത്തി. ഇവിടെ നിന്ന് CTH പഠിച്ചു. അവിടെ ഇപ്പൊ ഓൺലൈനിൽ കൂടെ BTH പഠിച്ചുകൊണ്ടിരിക്കുന്നു. നേപ്പാളിന്റെ ബോർഡറിൽ ഞങ്ങളൊരു പുതിയൊരു പ്രവർത്തനം തുടങ്ങി. അവരെ ഇവിടെ തന്നെ നിർത്തി. ഭാര്യയും ഭർത്താവ് 2.5 കൊല്ലം താമസിച്ചു. ഇപ്പം നേപ്പാളിന്റെ ബീഹാറിന്റെ ബോർഡറിലായിട്ട് അവരെ കൊണ്ട് അവിടെ ആക്കി. അവിടെ ഇപ്പം വളരെ അനുഗ്രഹിക്കപ്പെട്ട 10-25 പേര് കൂടി വരുന്ന ഒരു കൂട്ടായ്മയും 2-3 ഹൗസ് ചർച്ചും ഒക്കെ ആയിട്ട് അവിടെ കൂട്ടായ്മ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കും. ഇവിടെ തന്നെ 2-3 പ്രാവശ്യം ഇവിടുത്തെ ആൾക്കാർ വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കി. ഞങ്ങളുടെ ഇവിടുത്തെ അയൽവക്കംകാരൊക്കെ വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കി. ഇവിടെ വന്ന ആൾക്കാരൊക്കെ ഇവരെ തടയുകയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ്. എന്നാൽ കർത്താവിന്റെ നാമം മഹത്വനായി പറയട്ടെ, ഈ ഞങ്ങളുടെ തൊട്ടടുത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കി അവര് രക്ഷിക്കപ്പെട്ടു. അവര് ഇപ്പോഴ് പലപ്പോഴും ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടായ്മകൾ കൂടാറുണ്ട്. വളരെ സ്നേഹത്തിൽ ഇരിക്കുന്നു. ഇവിടുത്തെ വന്ന് ആദ്യം മർദ്ദിച്ച RSSന്റെ ബജറംഗദളിന്റെ ഒക്കെ ആൾക്കാരൊക്കെ ഇന്ന് വളരെ സ്നേഹത്തിലാണ്. ഈ ചൗക്കിൽ തന്നെ ഞങ്ങൾ ഇവിടെ ചൗനി ചൗക്ക് എന്ന് പറയും, ബെത്തിയാല് ചൗനി ചൗക്ക് എന്ന് പറയും. ഈ ചൗക്കില് എല്ലാവർക്കും അറിയാം. എല്ലാവരും വളരെ സ്നേഹമായിട്ടൊക്കെ ഇരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പോകുന്നു. അപ്പോൾ തന്നെ ഹല്ലേലൂയ 2017 ഒക്ടോബർ മാസം 4-ാം തീയതി ഇവിടെ ഒരു 20 ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. ആ ഉപവാസ പ്രാർത്ഥന തീരുന്നത് സെപ്റ്റംബർ 27-ാം തീയതി തീരുന്നു. അതിനുശേഷം ഞങ്ങള് അന്ന് ആ ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഗസ്റ്റ് പാസ്റ്റേഴ്സിനെ വിളിച്ചു. ഒന്ന് എൻ്റെ വൈഫിന്റെ അച്ഛന്റെ ജ്യേഷ്ഠൻ പാസ്റ്റർ മാത്യു തോമസ് എന്ന് പറയും. ഒന്ന് അജി ബാബു കൊട്ടാരക്കരക്കാരൻ ഒരു പാസ്റ്റർ. ഒന്ന് എൻ്റെ സുഹൃത്ത്, പണ്ട് അദ്ദേഹത്തിന്റെ പേര് സാംസൺ എന്ന് പറയും. അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ചൊക്കെ ജോലി ചെയ്തും അടിപിടിക്കുമൊക്കെ പോയിക്കൊണ്ടിരുന്ന മനുഷ്യനാണ്. ഈ സാംസൺ എന്ന് പറഞ്ഞ ആൾക്കാർ അങ്ങനെ ഇവര് ഇവിടെ ശുശ്രൂഷിക്കാൻ കടന്നു വന്നു. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷമായി ഞങ്ങള് ഗ്രാമത്തിൽ പോയി. അന്ന് ഇവിടെ ഒരു ദിവസം രാവിലെ ഞങ്ങള് തീരുമാനത്തിൽ രാവിലെ പോവാം എന്ന് പറഞ്ഞ് ഗ്രാമത്തിലേക്ക് പോയി. ഞാൻ ആ ഗ്രാമത്തിൽ ഗുഡുവാമട്ടിയ ഗുർസൻട്രോള എന്ന് പറയും. ഗുർസൻട്രോള എന്ന് പറയുന്ന സ്ഥലം, ഗുഡുവാമട്ടി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഗുർസൻട്രോള എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ഇവിടെ വൈഫിനോടൊന്നും പറഞ്ഞില്ല എങ്ങോട്ടാ പോകുന്നെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇറങ്ങി. ഇവിടുന്ന് ഓട്ടോയ്ക്ക് പോയി 12 കിലോമീറ്റർ ഓട്ടോയ്ക്ക് പോയിട്ട് അവിടുന്ന് 5 കിലോമീറ്റർ ഉള്ളിലോട്ട് നടന്നു പോകണം. ഉൾഗ്രാമം ഉള്ളിലേക്ക് നടന്നു പോകണം. അങ്ങനെ ഞാൻ അവിടെ 2 വർഷമായിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ ഫിലിം ഷോ നടത്താം, VBS നടത്താറുണ്ട്, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയൊക്കെ ആയിരുന്നത് കൊണ്ട് ചില ദിവസങ്ങൾ അങ്ങോട്ട് ഗ്രാമത്തിൽ പോയി. അപ്പൊ ഈ സമയങ്ങളിൽ അവിടെയുള്ള ഗ്രാമത്തിലുള്ളവര് അവിടുത്തെ മുഖ്യയും അവിടുത്തെ RSSും ബജറംഗദളിന്റെയും BJPയുടെ ആൾക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്, ഇനി ഞാൻ വന്നാൽ പിടിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ട്, നമ്മൾ അറിയുന്നില്ല ഇത്, പിടിക്കാനുള്ള തീരുമാനം എടുത്തെല്ലാം റെഡിയാക്കിയിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ദേവദാസന്മാരുമായിട്ട് ഒക്ടോബർ 4-ാം തീയതി 2017 ഒക്ടോബർ 4-ാം തീയതി അവിടെ കടന്നു ചെല്ലുന്നു. അവിടെ ചെന്ന് അപ്പൊ ഞങ്ങള് ഒരിടത്ത് ചെന്നപ്പോൾ കരിമ്പ് ശർക്കര ഉണ്ടാക്കുന്നതിനകത്ത് ഗോതമ്പ് മാവൊക്കെ ഇട്ട് ഞങ്ങൾക്ക് അതിനകത്ത് ഇതിനകത്തിട്ട് അടയൊക്കെ ഉണ്ടാക്കി ഞങ്ങളെ അവർ സ്വീകരിച്ച് ഞങ്ങളവിടെ സൂചിയായിട്ടൊക്കെ പറഞ്ഞ്
പ്രാർത്ഥിച്ച് സന്തോഷമായിട്ട് ഞങ്ങൾ അവിടുന്ന് പോവാ. കരിമ്പിന്റെ സമയമാണ്, ഈ സമയമാണ്. അഹമേൻ, ഞങ്ങൾ പോവാ. ഞങ്ങളിങ്ങനെ പോയി ഇടയ്ക്കൊന്നൊരു മുസ്ലിം ഒരു ചേട്ടൻ, അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ സംസാരത്തിന് എനിക്ക് മനസ്സിലായി എന്തോ അദ്ദേഹത്തിന് ഒരു താല്പര്യം, ഇഷ്ടക്കുറവ് പോലെ, എന്തോ ഒരു പ്രശ്നത്തിന്റെ ഇത് വന്നു. എങ്കിലും നമ്മളതിനെ ഗവനിച്ചില്ല. ഞങ്ങൾ മുന്നോട്ട് അങ്ങ് പോയി. ആ ഗ്രാമത്തിൽ കയറി ചെന്നു. പതിവില്ലാതെ ഞങ്ങൾക്ക് കസേര ഇട്ട് തന്നു ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായി എവിടെയോ ഒന്നൊരു അക്കിക്കളിയുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞു, ഞാനെന്നാ ഇവരോട് പറഞ്ഞു, ഇത് എന്റെ മനസ്സിൽ ഇങ്ങനെ എന്റെ ഉള്ളത്തിൽ എന്തോ ഒരു സംസാരം ഉണ്ടായപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, ഒരു കാര്യം, നിങ്ങൾ മുന്നോട്ട് നടന്നു എന്ന് പറഞ്ഞു. ഇവര് മുന്നോട്ട് പോയി കുറെ വീടുകൾ ട്രാക്ക് കൊടുത്തു. ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ നോക്കുമ്പം ഞങ്ങളുടെ മുമ്പിൽ കൂടെ ഒരു സഹോദരന് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നു, എന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ പോകുന്നു. പെട്ടെന്ന് പോയി. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എന്റെ മുമ്പേ ചെന്നിട്ട് എന്റെ മുമ്പിൽ പോയ ഈ ദൈവദാസന്മാരെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, തിരികെ പോകാൻ പറഞ്ഞു. ഇവരെ തടഞ്ഞ് തിരിച്ചു വിടും. ഞാൻ ചെന്ന് ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. ഉടനെ അവര് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ മതപരിവർത്തനം നടത്തുകയല്ലേ എന്ന് ചോദിച്ചു. തിരിച്ച് നടക്കാൻ പറഞ്ഞു. ഉടനെ അവർ അവിടുന്ന് അടിച്ചു ഞങ്ങളെ 4 പേരെ കൂടെ തിരിച്ച് ഇങ്ങനെ കൊണ്ടുപോവാ. ഉടനെ ഞാൻ പെട്ടെന്ന് എന്റെ മൊബൈലിൽ നിന്ന് ഫോൺ വിളിച്ച്, ഞാൻ ഞങ്ങളുടെ ഡിസ്ട്രിക്ട് പാസ്റ്ററെ ഫോൺ വിളിച്ചിട്ട്, പാസ്റ്ററെ, ഞങ്ങൾ ബജറംഗദളിന്റെ കയ്യിലായി, ഇത്രയും പറഞ്ഞ ഇവന്മാർ ഓടി വന്ന് അടിച്ചിട്ട് പറഞ്ഞു, ഫോൺ നിർത്തലാന്ന് പറഞ്ഞ് ഫോൺ നിർത്തിച്ചു. ഞാൻ എന്റെ ഫോൺ എടുത്ത് പോകറ്റിട്ടു. ഞങ്ങളെ അവിടുന്ന് സാധാരണ ലോക്കൽ ആൾക്കാരായിരുന്നു. ആ ഗ്രാമത്തിൽ ഞങ്ങളെ പിടിച്ചുകൊണ്ട് ഈ ബ്രാഹ്മണരായിരിക്കുന്ന ഭൂമിയാർ ആൾക്കാരൊക്കെ, വലിയ ആൾക്കാർ താമസിക്കുന്ന അവരുടെ ഗ്രാമത്തിൽ കൊണ്ടുപോയി അവിടെ ഈ പഞ്ചായത്തിയൊക്കെ ചെയ്യുന്ന, മുഖ്യ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്ന അവിടെ കൊണ്ടുപോയിരുത്തി ഞങ്ങളെ അമ്മേൻ അവിടുത്തെ റോഡിൽ ലൈനെ ഞങ്ങളെ ഇരുത്തിയിട്ട് ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ 4 പേരുടെ ബൈബിൾ എടുത്ത് ഒന്നിച്ചു പിടിച്ചിട്ട് ഞങ്ങളുടെ 4 പേരുടെ തലക്കിട്ട് അടിച്ചു. അവിടെ മുതൽ അങ്ങോട്ട് അടി കൊണ്ട് തുടങ്ങി. അടിച്ച് പിന്നെ ആൾക്കാർക്ക് കൂടി, ഏകദേശം 450 പേരോളം കൂടി വന്നു. ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ മുഴുവൻ കൂടി വന്നു. അവര് വന്ന് ഞങ്ങളെ കരിമ്പ് അടിച്ചുകൊണ്ട് വന്ന് അടിക്കുന്നു. മുളവടി കൊണ്ട് അടിക്കുന്നു. ഈ അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ മുളവടി കമ്പ് ഇങ്ങനെ കുത്തി വരുന്നു. അത് പിടിച്ച് മേടിച്ചടിക്കുന്നു. പുല്ല് ചെത്താൻ പോകുന്നവരുടെ പുല്ലരിവ, ഇവിടുത്തെ ഒരു പ്രത്യേകതരം പുല്ലരിവയാണ്. ആ പുല്ലരിവ മേടിച്ച് എന്റെ ആ സുഹൃത്തിന്റെ കഴുത്തിലൊക്കെ വെച്ചു. വളരെ അധികമായിട്ട് ഞങ്ങളെ ക്രൂരമായി ഇവർ മർദ്ദിച്ചു, വളരെ അധികമായി മർദ്ദിച്ചു. ആ മാത്യു തോമസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് അന്ന് 68 വയസ്സുണ്ട്. ഹല്ലേലൂയ, വളരെ പ്രായം ചെന്ന മനുഷ്യനാണ്. വളരെ അധികമായി ഇവർ ഞങ്ങളെ മർദ്ദിച്ചു. ചെറിയവരും കുഞ്ഞു കുട്ടികൾ, സ്കൂൾ വിട്ട് വന്ന കുഞ്ഞുങ്ങൾ വരെ ഞങ്ങളെ, ഏകദേശം ഞങ്ങളെ 10:15 പിടിച്ചു രാവിലെ. ആ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വന്ന ആ വരുന്ന കുഞ്ഞുങ്ങളോട് വരെ പറഞ്ഞ് അടിക്കാൻ പറഞ്ഞു. അതിൽ ചിലർക്ക് എന്നെ അറിയാം, ഞാൻ അവരെ VBS പഠിപ്പിക്കാറുണ്ടായിരുന്നു. ചിലര് അടിക്കാതെ അവരങ്ങ് മാറിപ്പോയി. അറിയാൻ മേലാത്തൊരു കുഞ്ഞുങ്ങൾ വന്ന് ഒത്തിരി അടിച്ചു. അപ്പം ഇവർക്ക് വേണ്ടിയത് ഞങ്ങൾ പൈസ കൊടുത്തിട്ട് മതപരിവർത്തനം നടത്തുന്നുള്ള റിപ്പോർട്ട് അവർക്ക് വേണം. അപ്പം ഞങ്ങളെ വളരെ ക്രൂരം, ഞങ്ങളെല്ലാം ഈ എല്ലാവരും മാറി ഓരോ സ്ഥലങ്ങളിൽ മാറ്റി കൊണ്ടുവച്ച് ഇങ്ങനെ അടിക്കുക വളരെയധികം. എന്റെ പുറത്തിട്ട് കരിമ്പ് അടിച്ചിട്ട് കരിമ്പ് പൊട്ടിപ്പോയി. എന്നിട്ട് ഇവന്മാര് ചിരിച്ചുകൊണ്ട്, ചെറുപ്പക്കാരാ, ബജർഗത്തിലുള്ള ആൾക്കാരാ, ചെറുപ്പക്കാർ, ഇവന്മാര് ഇത് പൊട്ടിയത് തിന്നോണ്ട് നിന്ന് ചിരിച്ചോണ്ടാ വന്ന് പിന്നെ ഓരോരുത്തർ വന്ന് കരിമ്പ് പൊടിച്ചോണ്ട് വന്ന് അടിക്കുന്നത്. നമ്മളെല്ലാരും വളരെ ക്രൂരമായി അടിച്ചു. അതിനുശേഷം ഇവര് പറഞ്ഞ്, ഞങ്ങൾക്ക് ഒരു റിപ്പോർട്ട് വേണം, അത് നിങ്ങൾ പൈസ കൊടുത്ത് മതപരിവർത്തനം നടത്തുന്നു എന്ന റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പം ഏകദേശം 2 മണിയോളമായി ഏകദേശം. അപ്പം ഇവരെന്നോട് ചോദിച്ചാൽ നിനക്ക് പറയാനാ? ഞാൻ പറയും, എനിക്ക് പറയാൻ അറിയത്തില്ല, ഹിന്ദി അത്രയും പറയാൻ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. നിനക്ക് വായിക്കാൻ അറിയാം? ഞാൻ പറഞ്ഞു, വായിക്കാൻ അറിയാമോ? ഉടനെ ഇവര് വെള്ളപ്പേപ്പറിൽ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുക. 2 പേരും ഇങ്ങനെ പേപ്പർ ഇങ്ങനെ പിടിച്ചു. എന്നോട് പറഞ്ഞു വായിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ വായിക്കുക, ഗുഡുവാ മട്ടിയയിൽ ഗുരുസൻ ടോളായി പൈസ കലാലയത്തെ ധർമ്മ പരിവർത്തനം കർത്ത, ഇത്രയും ഇങ്ങനെ ഇത് വായിക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ ഇങ്ങനെ വായിക്കും, ഗുഡുവാ മട്ടിയൽ ഗുരുസൻ ടോളായി, ഇത്രയും വായിക്കും. ഞാനങ്ങ് നിർത്തും. പിന്നെ ഇവര് പറയും ബോലോ എന്ന് പറഞ്ഞ് പറയടാന്ന് പറഞ്ഞ് വീണ്ടും എന്നെ മർദ്ദിക്കും. അപ്പൊ വീണ്ടും ഞാൻ വായിക്കും, ഗുഡുവാ മട്ടിയൽ ഗുരുസൻ ടോളായി, ദൈവനാമ മൗത്തനായി പറയട്ടെ, പിശാച് മണ്ടനായതുകൊണ്ട് ഈ സമയത്ത് വെള്ളപ്പേപ്പറിൽ എഴുതി ഇങ്ങനെ വായിക്കാൻ ഇടയാക്കിയത്. ഞാന് ഈ ഫോൺ വിളിച്ച് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളുടെ ബദറംഗദളിന്റെ കയ്യിലായിപ്പോയി എന്ന് ഞാൻ പറയുമ്പോൾ ഇവര് പറഞ്ഞു ഫോൺ ഓഫ് ചെയ്യടാന്ന് പറഞ്ഞു. അത് കാരണം ഞങ്ങൾ ഏത് ഗ്രാമത്തിലാണെന്ന് ആർക്കും അറിയത്തില്ല. എന്റെ വൈഫിനും അറിയത്തില്ല, ഈ ഡിസ്ട്രിക്ട് പാസ്റ്ററിനും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല എവിടെയാണ്. ഇവരുടനെ മിഷൻ അവിടുന്ന് SBക്ക് ഫോൺ വിളിച്ച് പറഞ്ഞു, അവിടെ എല്ലാവരോടും അറിയിക്കേണ്ടവരുണ്ടല്ലോ, പോലീസ് മേധാവിയോടൊക്കെ അറിയിച്ചു. പക്ഷെ ഞങ്ങൾ ഏത് ഗ്രാമത്തിലാണെന്ന് ആർക്കും അറിയത്തില്ല. നോക്കണമേ, പിശാച് മണ്ടനായതുകൊണ്ട് വെള്ളപ്പേപ്പറിൽ എഴുതി ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുക, ഗുഡുവാ മട്ടിയൽ ഗുരുസൻ ടോളായി. ഞാനിങ്ങനെ ആവർത്തിച്ച് വായിക്കുമ്പോൾ എന്റെ പോക്കറ്റിൽ ഈ ഫോണ് ഇവര് ഞങ്ങളുടെ എല്ലാവരുടെയും ഫോൺ മേടിച്ച് പരിശോധിച്ചതാണ്. ഇതിനകത്ത് എന്തൊക്കെ സംഭവം, ഞങ്ങളുടെ ഡീറ്റെയിൽ മുഴുവൻ, ആധാർ കാർഡ്,
വോട്ടർ ഐ ഡി, പേഴ്സ് മുഴുവൻ ഒരു മൊത്തം പരിശോധിച്ചതാണ്. അവൻ ഈ ഫോണ് ഈ സാധനം എല്ലാം ഞങ്ങളുടെ തിരികെ തന്നു. ഈ ഫോണെല്ലാം തിരികെ തന്നു. ഫോൺ ഞങ്ങളുടെ പോക്കറ്റിട്ടിരിക്കുക, എന്റെ പോക്കറ്റിട്ടിരിക്കുക. ഈ കുടുവാമട്ടിയാൽ കുറിസൻ ടോളായി ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഈ ഇത് ഞാനിങ്ങനെ വായിക്കുമ്പോൾ കുടുവാമട്ടിയാൽ കുറിസൻ ഇങ്ങനെ വായിക്കുന്ന ഉടനെ ഞാൻ നിർത്തും, വീണ്ടും വായിക്കും കുടുവാമട്ടിയാൽ കുറിസൻ ടോളായി. പിന്നെ ഇവർ മർദ്ദിക്കും. ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫോണിൽ നിന്ന് കോള് പോയി. നേരെ ആമേ കോൺഫറൻസ് കോള് പോയി. ഞങ്ങളുടെ ABP മാത്യുവിനും ആമേൻ ഡിസ്ട്രിക്ട് പാസ്റ്ററിനും കോള് പോയി. അവര് പെട്ടെന്ന് അവര് ശ്രദ്ധിച്ച് കേട്ടു. ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക കുടുവാമട്ടിയൽ കുറിസൻ ടോളായി. പിന്നെ നിർത്തും, പിന്നെയും പറയും കുടുവാമട്ടിയൽ കുറിസൻ. അവർ ശ്രദ്ധിച്ച് കേട്ടിട്ട് പെട്ടെന്ന് SB അറിയിച്ചു കുടുവാമട്ടിയൽ കുറിസൻ ടോളായി. അങ്ങനെ ഏകദേശം 2:45 പോലീസുകാർ അവിടെ വരുമെന്ന് കൊണ്ട് ഇവിടെ എത്തി. അപ്പൊ ഞാൻ പറഞ്ഞേ അവൻ ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്ന സംഭവം, ഞങ്ങളെ അടിച്ചിട്ട് 3 ഗ്രാമങ്ങളിൽ കൂടെ ഞങ്ങളെ ഓടിച്ചു. അപ്പൊ അവിടുന്ന് ഞാൻ എവിടെല്ലാം VBS നടത്തിയോ, അവിടുന്ന് വിശ്വാസികളായി കൂട്ടായ്മ നടത്തി വരുന്നോ അവരുടെ എല്ലാം വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി കുരിച്ചു പിടിച്ചെന്നെ ഇടിക്കും. ഞങ്ങളെ ഇങ്ങനെ അടിച്ചോടിക്കും. 4 പേരെ കൂടെ അടിച്ചോടിച്ചോണ്ട് പോവാ ഗ്രാമത്തിൽ കൂടെ. അപ്പൊ സ്ത്രീകളൊക്കെ നിന്ന് കരയുക. അറിയാവുന്ന വിശ്വാസികളായിരിക്കും. കാരണം അവർക്കൊക്കെ ഒത്തിരി പേർക്ക് അനുഭവമുണ്ട്. കർത്താവ് യേശു അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അവർക്കറിയാം. 2 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന അവരെല്ലാം അവിടെ നിന്ന് കരയുക. പക്ഷെ അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇവര് വളരെ ക്രൂരമായി ഇവരെന്നെ മർദ്ദിക്കുന്നു. ഇങ്ങനെ ഞങ്ങളെ 3 ഗ്രാമത്തിൽ കൂടെ കൊണ്ട് ഓടിച്ചിട്ട് അവിടുന്ന് തിരികെ കൊണ്ടുവന്ന് ആമേൻ ദുർഗയുടെ മന്ദിരത്തിൽ കൊണ്ട് അടിച്ച് നമസ്കരിക്കാൻ പറഞ്ഞു. നമസ്കരിപ്പിച്ചവിടെ ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് അവിടെ ഇരുത്തി നമസ്കരിച്ച് 4 പേര് അടിച്ചിരുത്തി, തല അങ്ങനെ അടിച്ചിരുത്തിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ കയറി വന്ന് ഞങ്ങളെ ഓടിച്ച് വീണ്ടും വരുമ്പോൾ ഞങ്ങൾ വഴിയിൽ നിന്ന് അവരോട് വെള്ളം ചോദിച്ചു, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വെള്ളം ചോദിച്ചു. അവര് ഇവിടുത്തെ ചാപ്പക്കല്ല് കുഴൽക്കിണർ ആദ്യം കൊണ്ടുവച്ച് 2 കൈ വെള്ളം ഇങ്ങനെ കൈക്ക് കുമ്പിളിൽ 2 കൈ വെള്ളം ഞങ്ങൾ കുടിക്കാതാണ്. അതിനുശേഷം ഞങ്ങളെ വീണ്ടും ഓടിച്ചു കൊണ്ടുവന്ന് ആ മുഖ്യയുടെ സ്ഥാനത്ത് അവിടെ കൊണ്ട് ഞങ്ങളെ കൊണ്ടാക്കി. അവിടെ കൊണ്ടിരുത്തി കഴിഞ്ഞപ്പോഴത്തേന് 2:45 പോലീസ് വരും. ഇല്ലെങ്കിൽ ഞങ്ങളെ പോലീസ് ആ സമയത്ത് വന്നില്ല എങ്കിൽ ഞങ്ങളെ 4 പേരെയും കൂടെ 4 സ്ഥലത്തേക്ക് മാറ്റാനുള്ള ക്രമീകരണം അവർ ഒരുക്കിയിരിക്കുന്നത്. കാരണം ഉൾഗ്രാമത്തിൽ ഞങ്ങൾ എവിടാന്ന് പോലും അറിയത്തില്ല. അതായത് ആമേൻ ഈ പിശാചി മണ്ടത്തരം കാണിച്ച് എഴുതി ഞങ്ങളെ കൊണ്ട് വായിപ്പിച്ചത് കൊണ്ട് ആമേൻ കർത്താവിന്റെ നാമ മഹത്വത്തിനായി ദൈവം പ്രവർത്തിച്ചതാണ്. ദൈവത്തിന് മഹത്വം. ആമേൻ ഞങ്ങൾ എവിടാന്ന് അറിയാനും പോലീസ് വരുവാനും ഞങ്ങളെ ആ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. അതൊക്കെയാണ് ഇവിടെ. ഇന്ന് എന്നെ മർദ്ദിച്ച 4 പേര്, അതിന് മെയിനായിട്ട് നിന്ന് മർദ്ദിച്ച മുഖ്യ ഉൾപ്പെടെ 4 പേര്, അതിൽ 3 പേര് ഇന്ന് ജീവനോടെ ഇല്ല. 3 പേരും മരിച്ചുപോയി. 2 പേര് ആത്മഹത്യ ചെയ്തു. ഒരാള് രോഗക്കിടക്കയിൽ കിടന്ന് മരിച്ചു. ഈ മുഖ്യ എന്ന് പറഞ്ഞ മനുഷ്യനെ വളരെയധികം ക്രൂരമായി ജനങ്ങൾ കൂടി മർദ്ദിച്ച് എവിടെയോ വണ്ടി ചെന്ന് ആരെയോ കുഞ്ഞുങ്ങളെ ഇടിച്ചിട്ട് വളരെയധികം മർദ്ദിച്ച് വളരെ അവസരമായിട്ട് ഇന്ന് വീട്ടിലുണ്ട്. അതിനുശേഷം നിന്ന ഇലക്ഷനിലെല്ലാം അദ്ദേഹം തോറ്റുപോയി, പരാജയനായിപ്പോയി. ആമേൻ. എന്നാൽ ഇന്ന് ആ ഗ്രാമത്തിൽ നിന്ന് 3 കുടുംബം ഇന്ന് വിശ്വാസികൾ ഇവിടെ ആരാധനയ്ക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ 1 വർഷം മുമ്പ് അവിടെ നിന്ന് ഒരു സഹോദരിയെ സ്നാനപ്പെടുത്തുവാൻ തൊക്കെയാണ് ദൈവം കൃപ നൽകി. ആമേൻ. ഇന്നും ആ ഗ്രാമത്തിൽ ഭയങ്കര ഭയമാണ് ആ ഗ്രാമത്തിൽ. എന്നാൽ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ബൈക്ക് ഓടിച്ചുകൊണ്ട് ഞാൻ ആ ഗ്രാമത്തിൽ ഹെൽമെറ്റ് വെച്ച് സന്ധ്യാസമയങ്ങളിൽ അതിൽ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് പോകാറുണ്ട്. അങ്ങനെ ആ ഗ്രാമത്തിലെ ആമേൻ അങ്ങനെ ആമേൻ ആ ഗ്രാമത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ഗ്രാമത്തിൽ അതുപോലെ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ആമേൻ. പല നിലകളിൽ ബീഹാറിൽ വന്നതിന് ശേഷം പല നിലകളിൽ പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ട് 7 പ്രാവശ്യത്തോളം ക്രൂരമായി മർദ്ദിക്കാൻ കൊണ്ട് ഇവിടെയായി തീർന്നു. എന്നാൽ ആമേൻ ഹല്ലേലൂയ. എന്നാൽ ബീഹാറിലെ വിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് ആമേൻ ഹല്ലേലൂയ നമ്മെ ഒരു ആശ്വാസം പറയാൻ, ആമേൻ സമാധാനത്തിന്റെ ഒരു വാക്ക് പറയാൻ കാത്തിരിക്കുന്ന ജനമായി ബീഹാറിലെ ജനം. ആമേൻ. ആരെങ്കിലും ചെന്നൊരു ആശ്വാസ വാക്ക് പറയാൻ. കാരണം അവരാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ജീവിതത്തിൽ പരാജിതരായി ഇടങ്കയും വലങ്കയും തിരിച്ചറിയാതെ വണ്ണം പാപം ചെയ്ത് അസമാധാനത്തിൽ ഇരിക്കുന്ന ജനമാണ് ഈ ബീഹാറിലെ ജനം. എന്നാല് ആമേൻ ഹല്ലേലൂയ നമ്മളൊക്കെ ഓരോ വീടുകളിൽ കടന്നു ചെല്ലുമ്പോൾ അവർ വളരെ സന്തോഷത്തോടെ നമ്മെ സ്വീകരിക്കുന്നത്. ഈ വലിയ ആൾക്കാരാണ് അവിടുത്തെ ആമേൻ ഹല്ലേലൂയ. അവരാണ് ഈ സുവിശേഷത്തിന് എതിരായിട്ട് നിൽക്കുന്നത്. കാരണം ഈ സാധാരണ ആൾക്കാരൊക്കെ ആമേൻ വിശ്വാസത്തിലേക്ക് വന്ന അവരുടെ പാടത്തും പറമ്പിലും ഒക്കെ ആര് വേല ചെയ്യും? അതുകൊണ്ട് അവരാണ് അവിടെ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന്. ഞങ്ങൾ മിഷൻ മുഖാന്തരമായി ബുഷ്കാ സ്കൂളൊക്കെ നടത്തുന്നുണ്ട്. അവിടെയൊക്കെ വന്ന് വലിയ പ്രശ്നങ്ങൾ ഇവർ ഉണ്ടാക്കാറുണ്ട്. എന്നാലും ഞാൻ പറയട്ടെ, കർത്താവിന്റെ നാമം മഹത്വത്തിനായി പറയട്ടെ, സുവിശേഷം എല്ലാ ഗ്രാമങ്ങളിലും എത്തപ്പെടുന്നുണ്ട് ഞങ്ങളാൽ കഴിയുന്നതൊക്കെ. എന്നാലും ഒരുപാട് ഗ്രാമങ്ങൾ ബാക്കിയാണ്. ഞങ്ങളാൽ കഴിയുന്ന ഗ്രാമങ്ങളിലൊക്കെ ഞങ്ങൾ കടന്നു ചെല്ലുമ്പോഴൊക്കെ ജനങ്ങൾ രക്ഷിക്കപ്പെടുന്നു. ഓരോ ദിവസവും പുതിയ ജനങ്ങൾ രക്ഷിക്കപ്പെടുന്നത് കാണുവാൻ ഇടയാവുന്നുണ്ട്. ആമേൻ. ക്രിസ്തുവിൽ സന്തോഷം അനുഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ നേപ്പാളിന്റെ ബോർഡറിൽ ആമേൻ എന്റെ കൂടെ നിന്ന ഒരു സഹോദരനും സഹോദരിയും അവരെ അവിടെ വേലയ്ക്കാക്കി.
ഞങ്ങൾ അവിടെ ഒരു രാത്രിയിൽ ഒരു മീറ്റിംഗ് വെച്ച്, രാത്രി 8:30 തുടങ്ങിയ മീറ്റിംഗ് 2 ദിവസം നടത്തി. രാത്രി നടത്തിയ മീറ്റിംഗ് വെളുപ്പിനെ 3:30 4 മണി വരെ മീറ്റിംഗ് നടത്തി. കാരണം ആമേൻ, ദൈവം വിടുതൽ അറിയിക്കുന്ന രാത്രി ഉറങ്ങിക്കിടക്കുന്ന ഒരു ജനത്തെ രാത്രി ചെന്ന് വിളിച്ചോണ്ട് വരിക പ്രാർത്ഥിക്കാൻ വേണ്ടി. ഈ സാഹചര്യമാണ് ഇവിടുത്തെ ബീഹാറിലെ ജനത്തിന്റെ സാഹചര്യം. എന്നാൽ ഇന്ന് എന്നെ ശ്രമിക്കുന്ന ആമേൻ ഹല്ലേലൂയ ഈ ആരോമ ടിവിയിലെ എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ളത്, ആമേൻ ആമേൻ ഹല്ലേലൂയ, നമ്മെ ഓരോരുത്തരെയും ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ട്, ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ട്. ഇന്ന് ആരെങ്കിലും ആമേൻ രക്ഷിക്കപ്പെട്ട ആമേൻ കർത്താവിനെ അറിഞ്ഞ ആമേൻ ആരെങ്കിലും ദൈവവചനം ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യമുണ്ട്. ആമേൻ, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു എന്ന തിരുവചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ആമേൻ ഹല്ലേലൂയ, ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത ഒരുപാട് ജനം ബീഹാറിലും UP-യിലും ഛത്തീസ്ഗഡിലും ഒക്കെ ആയിട്ട് ഒരുപാട് ജനങ്ങൾ പാപത്തോട് പാപം ചെയ്ത് കിടപ്പുണ്ട്. അവരുടെ അടുക്കൽ സുവിശേഷം എത്തിക്കാൻ തക്കവണ്ണമാ എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ച് വേർതിരിച്ച് ആക്കി വെച്ചിരിക്കുന്നത്. വേദപുസ്തകം അതുകൊണ്ടാ പറയുന്നത്, യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവിൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും വേർതിരിച്ചിരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാ, കർത്താവിന് വേണ്ടിയാ. അതുകൊണ്ട് നമ്മെ ഏൽപ്പിച്ച വലിയൊരു ദൗത്യമാ. ആരെങ്കിലും എന്നെ ശ്രമിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ബീഹാറിലേക്ക് വരണം. ബീഹാറിലേക്ക് കർത്താവിന്റെ വേലയ്ക്ക് വരണം. കൊയ്ത്ത് വളരേണ്ട വേലക്കാരെ ചുരുക്കം. അനേക ഗ്രാമങ്ങളിൽ ഇന്നും യേശുവിനെ അറിയത്തില്ല. രക്ഷയുടെ സന്തോഷം തിരിച്ചറിയാതെ, എന്താ സന്തോഷമെന്ന് സമാധാനമെന്ന് അറിയാതെ പാപം ചെയ്ത് ജീവിക്കുന്ന അനേകരാ. കുഞ്ഞു കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു. ആമേൻ, വലിയ നിലകളിൽ പ്രയാസത്തിൽ കണ്ണുനീരിൽ കടന്നു പോകുന്ന ജനങ്ങളാ കിടക്കുന്നത്. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന പ്രിയരെ, നിങ്ങൾ ആമേൻ ഹല്ലേലൂയ യേശുവിനെ അറിഞ്ഞവരാണെങ്കിൽ ആമേൻ, നിങ്ങൾ അവനെ അറിഞ്ഞ സത്യം മറ്റുള്ളവർ അറിയിക്കണമെന്ന് ലേവ്യ പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്. ആമേൻ, നാം അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് അറിയിക്കുന്നവരായി തീരണം. ആമേൻ, ബീഹാറിലും UP-യിലും ഒക്കെ ജനങ്ങൾ പാപത്തോട് പാപം ചെയ്ത് കിടക്കുക. അപ്പൊ അതിനായി നിങ്ങൾ തയ്യാറാകണം. നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ബീഹാറിലേക്ക്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, നിങ്ങൾ ഇവിടെ വന്ന് താമസിച്ച് വേല ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളോട് ഒരുമിച്ച് ഇവിടെ പ്രാർത്ഥനയിൽ സംബന്ധിക്കുക. ചില ദിവസങ്ങൾ വന്ന് ഇവിടെ താമസിച്ച് പ്രാർത്ഥിക്കുക ഈ ഗ്രാമങ്ങൾക്കൊക്കെ വേണ്ടി. ആമേൻ, വളരെ അനുഗ്രഹമായി തീരും. അത് നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും വളരെ അനുഗ്രഹമായി തീരുവാൻ തക്കണം ഇടയായി തീരും. ഓക്കെ, ആമേൻ ആമേൻ ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആത്മഹത്യ ചെയ്യുവാൻ തക്കണം തയ്യാറായിരുന്ന എന്റെ ജീവിതത്തിൽ യേശു കടന്നു വന്നത് കൊണ്ടാണ് ആമേൻ ഞാൻ ഇന്ന് 22 വർഷമായിട്ട് ജീവനോടെ ആയിരിക്കുന്നത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്ന ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു, എന്നെയും നിങ്ങളെ സ്നേഹിച്ചു. അതേ പ്രിയരെ, ആമേൻ, ദൈവം നമ്മെ സ്നേഹിച്ചു. ആമേൻ, ദൈവത്തിന്റെ സ്നേഹമാ ഇന്ന് നാം ആയിരിക്കുന്നത്. ഇന്ന് ആമേൻ ഞങ്ങളുടെ മുമ്പിൽ ഞാനൊരു സാക്ഷിയായിരിക്കുന്നത്. ആമേൻ, അന്ന് ആത്മഹത്യ ചെയ്ത് നിത്യ നരകത്തിൽ പോകേണ്ടിയിരുന്ന എന്നെ യേശു ജീവൻ നൽകിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ബീഹാറിൽ വന്നിരിക്കുന്നത്. ഞാൻ ബീഹാറിൽ വന്ന് ആമേൻ ഹല്ലേലൂയ, ഇവിടെ ആമേൻ രേണു എന്ന് പറഞ്ഞൊരു സഹോദരിയോട് ഈ ചർച്ചയിൽ കൂടി വരുന്നത്. അവരോട് ഇവിടുത്തെ പാട്നയിലെ UP-യിലെ ബനാറസ് എന്ന് പറയുന്ന സ്ഥലത്തെ ആമേൻ ബത്തിയേരെ ഡോക്ടർമാർ പറഞ്ഞു അവർക്ക് 3 മാസം ഗ്യാരണ്ടി പറഞ്ഞു. അവരോട് പറഞ്ഞു 3 മാസം ശേഷം നിങ്ങൾ മരിച്ചു പോകുന്നു. 3 മാസം ഗ്യാരണ്ടി. 2 വടിയിൽ 28 വയസ്സുള്ള ഒരു സഹോദരിയാണ്. ആമേൻ, അവര് 2 വടിയിലാ കുത്തി നടന്നുകൊണ്ടിരിക്കുക. ഒരു കസാരയിൽ ഇരിക്കത്തില്ല, ആ സാഹചര്യമായി പോയി. എന്നാൽ അവർ യേശുവിനെ കുറിച്ച് കേട്ടിട്ട് ഗ്രാമത്തിൽ ആരാധന നടക്കിയ ആ ഗ്രാമത്തിൽ ആരാധനയിൽ അവർ പങ്കെടുത്തു. അവിടെ കടന്നു വന്ന് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ രോഗത്തിന്റെ കാരണം കർത്താവിനോട് പറഞ്ഞതനുസരിച്ച് ഞാൻ പറഞ്ഞു പാപമാണ് എന്നവരോട് പറഞ്ഞു. അവരുടെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുന്ന നിലയിൽ ദൈവജനത്തെ കുറിച്ച് സംസാരിച്ചു. അതിനുശേഷം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആ മരുന്ന് ഉപയോഗിച്ച് മരുന്ന് ഇനി കഴിക്കണ്ട, യേശു നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം 2 ആഴ്ച അവരിവിടെ ഞാൻ താമസിക്കുന്ന വീട്ടിൽ ആരാധനയ്ക്ക് കടന്നു വന്നു. അവര് ആമേൻ ഹല്ലേലൂയ യേശുവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചു. ഞാൻ അവർക്ക് വേണ്ടി അവരുടെ തലയെ കൈ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ഒരു കസേരയിൽ ഇരിക്കാൻ മേലാത്ത സഹോദരി, 2 വടി കുത്തി നടക്കുന്ന സഹോദരി, ഈ 28 വയസ്സുള്ള സഹോദരി, ആമേൻ ഇത്രയും വണ്ണമുള്ള സ്ത്രീ, അത് ആമേൻ ഇങ്ങനെ ചെറുതായി വരുന്നത് കാണുവാൻ കൊണ്ട് ഇവിടെ എത്തുന്നത്. ഞാൻ പറഞ്ഞത് 11 കൊല്ലത്തെ മുമ്പത്തെ കാര്യം. ഞാൻ ഇവിടെ പ്രാർത്ഥന തുടങ്ങുന്ന സമയത്താണ്. ആമേൻ ആമേൻ ഹല്ലേലൂയ. ആമേൻ 3 മാസം ഗ്യാരണ്ടി പറഞ്ഞ സഹോദരി ഇന്ന് 11 വർഷമായിട്ട് ജീവനോടെ ഇരിക്കുക. 22 വർഷം മുമ്പ് ആത്മഹത്യ ചെയ്യുന്ന നരകത്തിൽ പോകേണ്ട ഞാൻ, അവൻ എന്നിൽ യേശു, അവൻ ദൈവം എന്നെ സ്നേഹിച്ചു, യേശുവിനെ എനിക്ക് നൽകി, എനിക്ക് ജീവൻ നൽകി, എന്നെ രക്ഷിച്ചത് കൊണ്ട്, എനിക്ക് ജീവൻ നൽകിയത് കൊണ്ട് ഞാൻ ബീഹാറിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. അത് മുഖാന്തരമായി കർത്താവിന്റെ നാമം മാത്രമേ പറയട്ടെ. ഈ സഹോദരി 11 വർഷമായിട്ട് ജീവിച്ചിരിക്കാന്ന് കൊള്ളണം.
ദൈവം ഒരു കാരണമൊരുക്കി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അങ്ങനെയെങ്കിൽ അമ്മ ഓരോരുത്തരെ ദൈവം ഉപയോഗിക്കാനും അനേക വിശ്വാസത്തിൽ വരേണ്ടതിന് ഒരു കാരണമായി തീരും. ഞാൻ പറയട്ടെ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഞാൻ എൻ്റെ യൗവനകാലത്ത് അവൻ എന്നോട് ഒരുമിച്ച് സുഹൃത്തുക്കളായിരിക്കുന്നവരോട് പോലും വളരെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. ആമേൻ. അതുപോലെ എൻ്റെ ജീവിതം ഒരു ശപിക്കപ്പെട്ട ജീവിതമായിരുന്നു. ഞങ്ങളുടെ കുടുംബം എന്ന് പറയാൻ ഞങ്ങളുടെ അച്ഛൻ്റെയും ആമേൻ ഞങ്ങളുടെ മക്കളുടെയും പേരെഴുതി ബസ്സിൽ ഇങ്ങനെ പോസ്റ്റർ എഴുതി വെച്ചിട്ടുണ്ട്. ഔദയും മക്കളും ഗുണ്ടായസം അവസാനിപ്പിക്കുക എന്ന് ബസ്സിൽ ബോർഡ് എഴുതി വെച്ച സാഹചര്യങ്ങളുണ്ട്. ആമേൻ. കാനം വഴി ഓടുന്ന ബസ്സിലെല്ലാം എഴുതി ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്, ഔദയും മക്കളും ഗുണ്ടായസം അവസാനിപ്പിക്കാറുള്ളത്. പ്രിയരെ, അനേകർ ആ ദേശക്കാർ മുഴുവൻ വെറുത്ത് ശപിക്കപ്പെട്ട കുടുംബമെന്ന് സമാധാനമില്ല, സന്തോഷമില്ലാതിരുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നപ്പോൾ ആമേൻ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നൽകി ഇന്ന് ഞങ്ങളെ ജീവനോടെ നിർത്തിയിരിക്കുക. ഇന്ന് ഞങ്ങളുടെ സഹോദരങ്ങൾ 3 പേരും കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ആമേൻ. ശാപഗ്രസ്തമായി തീർന്ന കുടുംബം ആമേൻ ദൈവത്താൽ ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി തീർന്ന് അനേകർക്ക് ആശ്വാസമായി തീരുവാൻ കൊണ്ട് ഇവിടെയായി തീർന്നു. ആമേൻ. ആകയാൽ വേദപുസ്തകം പറയുന്നത് പോലെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതെ, ആമേൻ, ആമേൻ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മറ്റൊരു നാമമില്ല, വേറൊരു നാമമില്ല നാം രക്ഷിക്കപ്പെടുവാൻ. അത് കർത്താവായ യേശുവിന്റെ നാമം അത്രേ. ആ യേശുവിനെ ആമേൻ ആരെങ്കിലും ഇന്ന് ഈ സാക്ഷ്യം ശ്രവിക്കുന്ന എന്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും യേശുവിനെ ആമേൻ തിരിച്ചറിയാതെ വണ്ണം ആമേൻ കണ്ണുനീരിലോ വ്യഥയിലോ രോഗത്തിലോ ആമേൻ ആമേൻ ഏതെങ്കിലും അവസ്ഥയിലാണെങ്കിൽ ആമേൻ ഇന്ന് യേശുവിനെ സ്വീകരിപ്പാൻ നിങ്ങൾ തയ്യാറായെങ്കിൽ ആമേനെ ഈ യേശു നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി ആമേൻ നിങ്ങളെ നിത്യതയിൽ എത്തിക്കുവാൻ തക്കോണം മതിയായ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു. ആകയാൽ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് നമ്മെ തന്നെ ഏൽപ്പിക്കാം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. എന്റെ ജീവിതത്തില് നിരാശനായിരുന്ന ഞാൻ, ദുഃഖിതനായിരുന്ന ഞാൻ ആമേൻ, ഹല്ലേലൂയ, ഇന്ന് യഥാർത്ഥമായ ദൈവീയ സമാധാനം അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒന്നും എനിക്ക് പുകഴുവാനോ ഒന്നും എന്റെ കൈവശമില്ല. എന്നാൽ ആമേൻ സകല ബുദ്ധിയും കവിയ ദൈവം തരുന്ന സമാധാനത്താൽ ഞാൻ സകലത്തിനും മതിയായവനായി നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് 70 പേരോളം കൂടി വരുന്ന ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ നടക്കുന്നു. ഞങ്ങള് ആയിരിക്കുന്ന മിഷൻ ഇന്ത്യ മിഷൻ എന്ന പ്രസ്ഥാനമാണ്. ആ ഇന്ത്യ മിഷന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അതുപോലെ ഞങ്ങളുടെ ബീഹാറിലെ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്കും എൻ്റെ വൈഫിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസങ്ങളൊക്കെ നടക്കുന്നു. ആമേൻ. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു. ആമേൻ. ഇത്രത്തോളം അവസരം തന്ന എനിക്ക് എന്റെ സാക്ഷികളെ പ്രസ്താവിപ്പാൻ ഇത്ര അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനോടും ഈ ആരോമ ടിവിയോടുമുള്ള നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഹൃദയസ്പർശിയായ ഒരു ജീവിത അനുഭവം കർത്താവിൻ്റെ ദാസൻ ജിജി ജോസഫിലൂടെ കേൾക്കുവാൻ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതിന് കാരണക്കാരൻ ആയി കർത്താവ് തിരഞ്ഞെടുത്തത് പ്രിയ ജിജി ജോസഫ് എന്ന് പറയുന്ന ആ വ്യക്തിയെ, ആ കുടുംബത്തെ ദൈവം കണ്ടതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഒരു കാലഘട്ടത്തിൽ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും ലഹരി വസ്തുക്കൾക്കും അടിമയായി കൂലിത്തല്ലുകാരനായി നാട്ടുകാർക്കും വീട്ടുകാർക്കും അധികാരികൾക്കും പോലീസുകാർക്കും തലവേദനയായി ജീവിതം നയിച്ച ഒരു നല്ല ചെറുപ്പകാലം, നല്ല ആരോഗ്യമുള്ള നല്ല രക്തത്തിളപ്പുള്ള ആ സമയം, അന്നും ജീവിതത്തിൽ മദ്യം കഴിച്ചു, പുകവലിച്ചു, മറ്റ് പല എല്ലാ പാപവഴികളും ചെയ്തു. പക്ഷേ ഇതൊന്നും ജീവിതത്തിൽ സമാധാനം തന്നില്ല എന്നുള്ള വാക്ക് അതിൽ ഉയർന്നു നിന്നു. ഇതെല്ലാം ചെയ്തിട്ടും ജീവിതത്തിൽ സമാധാനമില്ലായിരുന്നു. സമാധാനം ഇല്ലാതെ വന്നപ്പോൾ അതിൻ്റെ പരിണിതഫലമായിട്ട് ഇനി ജീവിക്കണ്ട, മരിച്ചാൽ മതി, ആത്മഹത്യയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പുകളും എടുത്ത ആ രംഗവും അതിന് ഉണ്ടായ സാഹചര്യങ്ങളെയും കുറിച്ചും കേട്ടു. പക്ഷേ ദൈവം മുന്നമേ കണ്ടിരുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ പ്ലാനിലും പദ്ധതിയിലും ലോകസ്ഥാപനത്തിന് മുന്നമേ ദൈവം തിരഞ്ഞെടുത്തിരുന്നത് കൊണ്ട് ആ മദ്യത്തിനോ മയക്കുമരുന്നിനോ
അടിമയായി ഒരാത്മഹത്യയിലൂടെ ജീവിതം അവസാനിപ്പിക്കുവാൻ ദൈവം ഏൽപ്പിച്ചു കൊടുത്തില്ല. പകരം അതേ അനുഭവത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ആത്മഹത്യയ്ക്കും അടിമകളായ അനേകരെ ഇന്ന് കർത്താവിങ്കിലേക്ക് വഴി നടത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു പാത്രമായി, അല്ലെങ്കിൽ അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഒരു ഡോക്ടറായി, ഒരു അധ്യാപകനായി, ഒരു വഴികാട്ടിയായി ദൈവം ഉപയോഗിക്കുന്നു എന്നറിഞ്ഞതിലാണ് ഏറ്റവും വലിയ സന്തോഷം. തീർച്ചയായിട്ടും അതിന് കൊടുക്കേണ്ടി വന്ന വില ചെറുതൊന്നുമല്ല എന്നും മനസ്സിലായി. സ്തോത്രം. അതെ, ചില പ്രിയ കർത്താവിൻ്റെ ദാസന്മാർ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി തിരിച്ചു. അവർ ചില കഷ്ടതകൾ അതിനുവേണ്ടി സഹിച്ചു. അവർ ചില ത്യാഗം സഹിച്ചു, വേദനകൾ സഹിച്ചു, നിന്ദകൾ അപമാനങ്ങളും ആ ദൈവദാസന്മാർ സഹിച്ചു. പക്ഷേ വിലയേറിയ ഒന്നിനു വേണ്ടിയിട്ടാണ് അവർ ആ പ്രയത്നം ചെയ്തതെന്നുള്ളത് കൊണ്ട് അവർക്കും ഇന്ന് ദൈവദാസനിലൂടെ ആരൊക്കെ കർത്താവിനെ അറിയുന്നു, ആരൊക്കെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുന്നു, ദൈവദാസന് വേണ്ടി കണ്ണുനീരൊഴുക്കിയ പ്രാർത്ഥിച്ച പിന്നിൽ പ്രവർത്തിച്ചവർക്കും അതിൻ്റെ ഒരു പ്രതിഫലം കിട്ടുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് കർത്താവ് അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസൻ ജി ജോസഫിനെ ദൈവം ഉപയോഗിക്കുന്ന വിധങ്ങൾ ഞാൻ ഓർത്ത് കേട്ട് ഒത്തിരി കർത്താവിന് നന്ദി പറയുന്നു. ആ ബീഹാറിൽ മിഷണറിമാരുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ആ ശവപ്പറമ്പ്, ആ അസ്ഥിക്കൂമ്പാരം, ഇന്ന് ദൈവം അതിൻ്റെ സ്ഥിതിയെ മാറ്റി ഇന്ന് വലിയൊരു സൈന്യത്തെ ആ ദേശത്ത് ദൈവം ഒരുക്കിയെടുത്തുകൊണ്ടിരിക്കുക, ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് വേണ്ടി അനേക ആയിരങ്ങളെ ബീഹാറിൽ ദൈവം ഒരുക്കിയെടുത്തുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ഡോക്ടർ എബി മാത്യു, പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മിഷൻ ഫീൽഡിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളൊക്കെ എനിക്കും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ദൈവദാസൻ്റെ ആ സമർപ്പണത്തെ, അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടുകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സഹപ്രവർത്തകരായ വിശ്വസ്തന്മാരായ അനേക ദൈവഭൃത്യന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ബീഹാറിൻ്റെ മണ്ണിൽ ഏറ്റവും കൂടുതൽ സഭകൾ ആ ദൈവദാസൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെടുകയും വളർത്തപ്പെടുകയും ചെയ്യുന്നു എന്നറിയുന്നതിൽ ഒത്തിരി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആ ദൈവദാസനെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ തന്നെ പ്രിയ ജി ജോസഫ്, പ്രിയ സഹോദരി, കുഞ്ഞുങ്ങൾ കൊടുത്തതായ ആ വില, നിങ്ങൾ അനുഭവിച്ചതായ ആ കഷ്ടപ്പാടുകൾ, എത്രയോ പ്രാവശ്യം സുവിശേഷ വിരോധികളുടെ കയ്യാൽ അടിച്ചും ദണ്ഡിക്കപ്പെട്ടും മുറിവേറ്റും നിന്ദിക്കപ്പെട്ടും ഒത്തിരി ത്യാഗങ്ങളിലൂടെ കടന്നു പോയതാ കേട്ടപ്പോൾ എന്നെ കണ്ണു നിറയുവാനിടയായിത്തീർന്നു. സ്തോത്രം. ആ ദൈവദാസൻ ഇന്ന് ഈ സാക്ഷ്യം പറയുമ്പോൾ കർത്താവ് സന്തോഷിക്കുക. സ്തോത്രം. കാരണം ആ ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി ഇതെല്ലാം മുന്നമേ സഹിച്ചല്ലോ. അവൻ്റെ ആ ശരീരത്തിൽ നമുക്ക് വേണ്ടി ഈ മുറിവുകൾ, വേദനകൾ, പങ്കപ്പാടുകളൊക്കെ കർത്താവ് സഹിച്ചതാണ്. അപ്പോൾ നമ്മളേറ്റ ഓരോ മുറിവും ഓരോ അടിയും കർത്താവിന് നന്നായിട്ടറിയാം. അതിൻ്റെ വേദന, അതിൻ്റെ ആഴങ്ങൾ കർത്താവിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് പ്രിയ ജി ജോസഫ്, കർത്താവിൻ്റെ ദാസനെ വലിയ പ്രതിഫലം കർത്താവ് ഈ ഭൂമിയിലും നിത്യതയിലും കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പ്രതിഫലമുള്ള ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. ഇനി ചെയ്യുവാൻ കർത്താവ് ഏറെ ബലം പകരട്ടെ. ഈ മൺകൂടാരത്തെ മാത്രമേ ഇവർക്ക് തൊടാനും തകർക്കാനും പൊളിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. പക്ഷേ അതിനകത്ത് പകർന്നിരിക്കുന്ന അത്യന്ത ശക്തിയെ, അതിൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് സ്വർഗത്തിൽ നിന്നുള്ളതാണ്. അത് ഭൂമിയിൽ നിന്നുള്ളതല്ല. അതുകൊണ്ട് അതിധൈര്യത്തോടെ പകരപ്പെട്ടിരിക്കുന്ന ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ആ ദൈവശിക ഇനിയും അനേകരെ വെളിച്ചത്തിലേക്ക് നടത്തുവാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു ചെറിയൊരു കാലഘട്ടത്തിൽ സുവിശേഷ വിരോധിയായി പ്രവർത്തിച്ചു എങ്കിൽ, ഒരു ചെറിയൊരു കാലഘട്ടത്തിൽ സുവിശേഷത്തിന് എതിരിൽ നിന്നെങ്കിൽ, സ്തോത്രം, ദൈവം അതിൻ്റെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ദൈവദാസന് തന്നതുപോലെ അനേക സുവിശേഷ വിരോധികൾ ദൈവദാസനിലൂടെ തന്നെ യേശുവിനെ അറിയുവാൻ മുഖാന്തരമാക്കും ആയിക്കൊണ്ടിരിക്കുന്നല്ലോ. ആ സാക്ഷ്യം കേൾക്കുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പല സന്ദർഭങ്ങളിലും പിശാച് പരാജയപ്പെട്ട് ലജ്ജിച്ചു പോയ രംഗങ്ങളൊക്കെ പറഞ്ഞത് കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. പിശാച് എന്നും പരാജയപ്പെട്ടവനാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നു. ആ
തീഷ്ണതയുള്ള ആ സദ്വർത്തമാനം പ്രഘോഷിക്കുവാൻ ദൈവമായ കർത്താവ് പ്രിയ ദൈവദാസനെയും കുടുംബത്തെ ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ. വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ അങ്ങോളം ഇങ്ങോളം സുവിശേഷ വേല ചെയ്യുന്ന ആയിരക്കണക്കിന് ദൈവപുത്രന്മാർ ഇന്ന് അഭിമുഖീകരിക്കുന്ന അവർ കടന്നു പോകുന്നതായ ആമേൻ എത്തിച്ചുള്ളയുടെ അനുഭവങ്ങൾ ഒന്നും നമ്മുടെ കർത്താവ് അറിയാതെയല്ല. അതിൻ്റെ നടുവിലേക്ക് ഹനന്യാവ്, അസരിയേൽ, മിശായേൽ, ദാനിയേൽ ആമേൻ ആ യുവാക്കന്മാരുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നതായ ദൈവ സാന്നിധ്യം ഇന്ന് ജയിലുകളിലേക്കും ആമേന് ഈ പീഡനത്തിൻ്റെ നടുവിലും അവരെ താങ്ങുവാൻ സഹായിക്കുവാൻ ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ഭാഗത്താണ് ജയം എന്നുള്ള വസ്തുത മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ കർത്താവ് വരാറായി. ഞങ്ങളെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം ഒരു പ്രചോദനമായി തീർന്നോ? നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നോ എന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാൽ ഒരു കാര്യം സത്യമാണ്. യേശുവിനെ ഉള്ളിൽ വഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, യേശുവിനെ അറിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല, മൗനമായിരിക്കാൻ പറ്റത്തില്ല. ബീഹാറെങ്കിൽ ബീഹാർ, ഒറീസയെങ്കിൽ ഒറീസ, ഉത്തർപ്രദേശ് എങ്കിൽ ഉത്തർപ്രദേശ്, ജാർഖണ്ഡ് എങ്കിൽ ഛത്തീസ്ഗഡ് എങ്കിൽ അവിടേക്ക് പോകുവാൻ ഉള്ളിലൊരു വിളിയുണ്ടെങ്കിൽ ആരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇറങ്ങിപ്പുറപ്പെടുക. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആകയാൽ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ മഹാദൗത്യത്തിൽ പങ്കാളിയാകുവാൻ നിങ്ങൾക്ക് കൃപ തരട്ടെ, തലമുറകൾക്ക് ദൈവം കൃപ തരട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിച്ച വിദേശ രാജ്യങ്ങളിലേക്കും ലോകത്തിൻ്റെതായ പദവികളിലേക്ക്, സ്ഥാനമാനങ്ങളിലേക്കും ഒക്കെ നമ്മൾ അയക്കുന്നു. പക്ഷേ ആരെങ്കിലും എൻ്റെ മോനെ, മോളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ ബീഹാറിലേക്ക് അയക്കുവാൻ, ഉത്തരേന്ത്യയുടെ ഉത്തരഭാരതത്തിലേക്ക് അയക്കുവാൻ ആഗ്രഹിക്കുമോ? പ്രാർത്ഥിക്കുമോ? തയ്യാറാകുമോ? അതിനുവേണ്ടി ഉപവസിക്കുമോ? ആരോടെങ്കിലും പറയോ പ്രാർത്ഥിക്കണേ എന്ന്? സ്തോത്രം. സ്വയം പരിശോധനയ്ക്കായി വിടുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം ഹൃദയങ്ങളെ ആഗ്രഹമാക്കാം. സ്തോത്രം. ഒരു പക്ഷെങ്കിൽ ചോദിക്കുക, എൻ്റെയൊക്കെ ആവശ്യം എന്തോ എന്നല്ലേ? സ്തോത്രം. കർത്താവ് നിങ്ങളോട് സംസാരിക്കട്ടെ. കർത്താവ് നിങ്ങളോട് ഇടപെടട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസൻ ജി ജോസഫ് ഒരു വാക്കിൽ ഈ സമയം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. പരിശുദ്ധനെ, ഇന്ന് കർത്താവെ ഈ അരോമ ടിവിയിലൂടെ കർത്താവെ അങ്ങയുടെ സാക്ഷ്യത്തെ പ്രസ്താവിപ്പാൻ കർത്താവ് കൃപ നൽകിയ വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ കർത്താവെ സാക്ഷ്യത്തെ ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കൾക്കായി, എല്ലാ പ്രേക്ഷകർക്കായി സ്തോത്രം. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരെങ്കിലും സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ദൈവമേ, അവിടുന്ന് സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം നൽകി ഈ ഹല്ലേലൂയ ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗികളാൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവെ, അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കണമേ. ആരെങ്കിലും കർത്താവെ ഹല്ലേലൂയ ഭാവഭാരത്താൽ ആയിരിക്കുന്നെങ്കിൽ കർത്താവ് അവർക്ക് പൂർണ്ണമായ മാനസാന്തരവും വിടുതലും ദൈവം കൊടുത്തവരെ മാനിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവം അങ്ങനെ ചെയ്യുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് ശ്രമിച്ച എല്ലാവരെയും കർത്താവെ ഹല്ലേലൂയ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ശുശ്രൂഷകളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണം, സഹായിക്കണം, കൃപയിൽ പൊതിയണം, മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളും സാക്ഷ്യവും ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ ഇത്രത്തോളം സമയം വേർതിരിച്ച കർത്താവിൻ്റെ ദാസൻ ജി ജോസഫ് അവരുള്ളതായ നന്ദി, സ്നേഹവും ഇത്തരണത്തിൽ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യ, ആരോഗ്യം, ദീർഘായുസ്സും തരട്ടെ. കർത്താവിനോട് ഏറെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളുള്ളതായ നന്ദി, സ്നേഹവും ഇത്തരത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാനിടയായിത്തീരും. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതുവാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ.
നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com